أنت نور الله فجرا جئت بعد العسر يسرا ربنا علاك قدرا يا إمام الأنبياء. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وآل كل وصحابة أجمعين أما بعد. الصلاة والسلام عليك يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله. ഏറ്റവും സ്നേഹങ്ങൾ നിറഞ്ഞ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സുന്നി ഡിബേറ്റിലേക്ക് ഹൃദ്യമായ സ്വാഗതം. 1.5 മാസം മുമ്പ് നാം എഴുതിയ ബിദ്അത്ത് എന്ന വിഷയത്തിലുള്ള സംവാദ വ്യവസ്ഥയുടെ സംവാദ ദിനമാണ് ഇന്ന്. അന്ന് മുജാഹിദ് വിഭാഗക്കാർ വ്യവസ്ഥ എഴുതിയത് ബിദ്അത്ത് ഹസന സയ്യിഅ എന്ന വിഭജനം ശരിയല്ല, മറിച്ച് ബിദ്അത്ത് ഒന്നേയുള്ളൂ, അത് വഴികേടാണ്, അത് നരകത്തിലേക്കുള്ളതാണ് എന്നാണ് മുജാഹിദുകൾ അന്ന് വ്യവസ്ഥ എഴുതിയിരുന്നത്. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു വ്യവസ്ഥ അവരെ എഴുതാൻ പ്രേരിപ്പിച്ചത് കുല്ലു മുഹ്ദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ വലാല വകുല്ലു വലാലത്തിൻ ഫിന്നാർ എന്ന ഹദീസ് ആയിരിക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ബിദ്അത്ത്, എന്താണ് ഈ ഹദീസിന്റെ വിവക്ഷ എന്ന് വ്യക്തമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ വലിയൊരു അബദ്ധം അവർ എഴുതേണ്ടി വന്നത്. കാരണം എല്ലാ ബിദ്അത്തും വഴിപിഴച്ചതാണ്, വലാലത്താണ്, നരകത്തിലേക്കുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. ബിദ്അത്ത് ഹസന സയ്യിഅ എന്ന ഒരു വിഭജനം ശരിയല്ല, എല്ലാ ബിദ്അത്തും വലാലത്താണ് എന്നാണ് അവർ പറയുന്നത്. വാസ്തവത്തിൽ എന്താണ് ബിദ്അത്ത്? ബഹുമാനപ്പെട്ട ഇമാം നബവി റളിയല്ലാഹു അൻഹു 3 ലക്ഷം ഹദീസ് മനപ്പാടമാക്കി ഇമാം നബവി റളിയല്ലാഹു അവിടുത്തെ തഹ്ദീബുൽ അസ്മാഇ വൽ ലുഗാത്ത് എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി പറയുന്നുണ്ട്, അൽ ബിദ്അത്തു ബികസ്രിൽ ബാഇ ഫി ശറഇ, ശറഇൽ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ഇഹ്ദാസു മാ ലം യകുൻ ഫി അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത ഒന്നിനെ പുതുതാക്കി ഉണ്ടാവുക എന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത ഒന്ന് പുതുതായി ഉണ്ടാക്കുക, അത് ബഹുമാനപ്പെട്ടവർ പറയുന്ന വഹിയ മുൻഖസിമത്തുൻ ഇലാ ഹസനത്തിൻ വഖബീഹ. ആ പുതുതായി ഉണ്ടായ കാര്യം ഹസനത്തുണ്ട്, അതുപോലെ തന്നെ മോശപ്പെട്ടതുമുണ്ട്. ഇവരുടെ വാദപ്രകാരം ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ലലാലത്താണ്. അങ്ങനെ ഇവരുടെ ഈ അബദ്ധജടിലമായ വാദപ്രകാരം അവർ ഒരുപാട് വിഷയങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് പുതുതായിട്ടുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ നാം ഇപ്പോൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന നമ്മുടെ ഈ സംവിധാനം, വാട്സപ്പ് സംവിധാനം, അത് റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അതുപോലെ ഇന്ന് നടക്കുന്ന സർജറികൾ, ഓപ്പറേഷൻസ്, ഇങ്ങനെ അതുപോലെ ഇന്ന് ഈ മുജാഹിദുകൾ തന്നെ നടത്തുന്ന സമ്മേളനങ്ങളും ഫെസ്റ്റുകളും ഒന്നും റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അതൊക്കെ ബിദ്അത്താണ്, അതൊക്കെ നരകത്തിലേക്കുള്ളതാണ് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. മാത്രവുമല്ല, ഇവരെ വാദപ്രകാരം ആദ്യമായി നരകത്തിലേക്ക് പോകേണ്ടത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് നൽകപ്പെട്ടിട്ടുണ്ട് എന്നാണ് സർവ്വ സുന്നികളും മനസ്സിലാക്കുന്നത്. അതേസമയം ഇവരുടെ വാദപ്രകാരം ഉമർ റളിയല്ലാഹു അൻഹു നരകത്തിലാണ്. എന്തുകൊണ്ടെന്നാൽ ഇവരുടെ വാദപ്രകാരം എല്ലാം വലാലത്താണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത ഒന്നാണ് ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിക്കുക എന്ന പരിപാടി റസൂലുള്ളാഹിന്റെ കാലത്തില്ല, അത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുള്ളതാണ്. ഈ ഹദീസ് പിടിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അൽ മുഹദസാത്തു, പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ 2 തരമുണ്ട്. ഒന്ന് മദ്മൂമ, അതുപോലെ തന്നെ മംദൂഹ. നല്ല കാര്യവുമുണ്ട്, അതുപോലെ നല്ലതുമുണ്ട്, ചീത്തയുമുണ്ട്. എന്താണ് നല്ല കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? മാ ഹദീസ യുഖാലിഫു കിതാബൻ ഔ സുന്നത്തൻ ഔ അസറൻ ഔ ഇജ്മാഅൻ ഫഹാദിഹിൽ ബിദ്അത്തു വലാൽ. ഖുർആൻ സുന്നത്ത് ഇജ്മാ അസറിനോട് എതിരായി വന്നാൽ അത് വലാലത്തായ ബിദ്അത്താണ്. രണ്ടാമത്തത് ഒന്നിനോടും എതിരാകുന്നില്ലെങ്കിൽ അത് മംദൂഹായ ഐറുമദ്മൂമായ ബിദ്അത്താണ്. ഇത് ബഹുമാനപ്പെട്ട മനാഖിബ് ഷാഫിയിലും അതുപോലെ തന്നെ ഫത്ഹുൽ ബാരിയിലും ഒക്കെ കാണാം. ഇങ്ങനെ ഒരു തരം തീയതി എവിടുന്ന് ഷാഫി ഇമാമിന് കിട്ടി? അതാ പറയുന്നത്, ഈ ഹദീസ് ബഹുമാനപ്പെട്ട ഷാഫി ഇമാമിന് കിട്ടിയത് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗലിൽ നിന്നാണ്. ഖൗലി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി,
തറാവീഹ് ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് നടപ്പിലാക്കുക എന്നൊരു ബിദഅത്ത് ഉണ്ടല്ലോ, ആ ബിദഅത്ത് കൊണ്ടാണ് ഷാഫി ഇമാമിന് ഇങ്ങനെ 2 തരമുണ്ടെന്ന് കിട്ടിയത്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മുജാഹിദുകൾ പെട്ടുപോകാൻ കാരണം? എന്താണ് ഇവർ പെട്ടുപോകാൻ കാരണം? ഈ ഹദീസിന്റെ വിശദീകരണം അവർ പഠിച്ചില്ല. ബഹുമാനപ്പെട്ട ഇമാം നബി റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞ ഈ ഹദീസിന്റെ വിവക്ഷ? ഹാവ ആമുൻ മഖ്സൂസുൻ. അത് അവിടെയാണ് മുജാഹിദുകൾക്ക് പേച്ചു പോയത്. ഈ ബിദ്അത്ത്, ഇത് ഈ ഹദീസിന്റെ അർത്ഥം ഇത് ആമുൻ മഖ്സൂസുൻ, ഇതിന്റെ വ്യാപകാർത്ഥം ചുരുക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെന്താ എല്ലാ ബിദ്അത്തും ദലാലത്ത് എന്ന് പറഞ്ഞാൽ വൽ മുറാദു ഹാലിബുൽ ബിദ്അ, അധിക ബിദ്അത്തുകളും ദലാലത്താണ് എന്നേ അർത്ഥമുള്ളൂ. അഥവാ ഇനി ഒരു നല്ല കാര്യം, അത് നേരത്തെ പറഞ്ഞ ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസിനോട് എതിരാകാതെ ഒരു വിഷയം ഒരാൾ പുതുതായി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ദലാലത്താണെന്ന് പറയാൻ പറ്റൂല. അത് ബുദ്ധി ഒരല്പമുള്ള ആർക്കും അത് ബോധ്യപ്പെടുന്ന കാര്യമാണ്. ഇപ്പൊ നാം ഒരു സമ്മേളനം നടത്തുന്നു, ഖുർആനും സുന്നത്തിനും ഇജ്മാനും ഖിയാസിനും എതിരല്ലെങ്കിൽ അത് കുഴപ്പമില്ല. അതേസമയം ഒരു സിനിമ എന്നുള്ള പരിപാടി അതിപ്പോ ഖുർആനിലെ ചിലപ്പോൾ തെളിവിട്ടൂല, ഹദീസിലും കിട്ടൂല. അതേസമയം അത് ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസ് എന്നീ പ്രമാണങ്ങളോട് എതിരാകുന്നുണ്ട്. അതുകൊണ്ട് അത് വിലക്കപ്പെട്ടതാണ്. ഇത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് സർവ്വ ഇമാമുകളും അവന്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചത് എല്ലാ ഈ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ 2 ഐറ്റമുണ്ട്, മംദൂഹയുമുണ്ട്, അതുപോലെ തന്നെ മദ്മൂമയുമുണ്ട്, 2മുണ്ട്. ഇനി മാത്രമല്ല ഈ ഹദീസ് നോക്കൂ, ഒരു ഹദീസിൽ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് ശറഹ് മുസ്ലിം സ്വഹീഹ് മുസ്ലിമിൽ കാണാം, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന ഫലഹു അജ്റുഹ. ആരെങ്കിലും ഇസ്ലാമിൽ ഒരു നല്ല ചര്യ ഉണ്ടാക്കിയാൽ ഈ ഹദീസിന് അവന് അതിന്റെ കൂലിയുണ്ട്, അതിനെ ആരൊക്കെ ചെയ്യുന്നു അതിന്റെയൊക്കെ കൂലിയുണ്ട് എന്ന് പറയുന്ന ഹദീസിനെ വിശദീകരിച്ച് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു. ഫീഹി, ഈ ഹദീസിലുണ്ട് അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്തി, നല്ല കാര്യങ്ങൾ തുടങ്ങലിന്റെ മേൽ പ്രേരണയുണ്ട്. വസന്നി സുനനിൽ ഹസനാത്തി, നല്ല സുന്നത്തുകൾ നല്ല ചര്യങ്ങൾ പുതുതാക്കലിൽ പ്രേരണയുണ്ട്. വത്തഹദീരി മിൻ ഇഖ്തിറാഇൽ അബാതിൽ വൽ മുസ്തഖബിഹാത്ത്, മോശപ്പെട്ട ബാത്തിലായ കാര്യങ്ങൾ പടച്ചുണ്ടാക്കുന്നതിൽ ഒരുപാട് അതുപോലെ അതിൽ തഹ്ദീറുമുണ്ട് എന്ന് ഇമാം നബി റളിയല്ലാഹു അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട അബുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇത്ഖാനുസ് സുനയിൽ പറയുന്നത് കാണാം. അദ്ദേഹം ഒരുപാട് ബിദ്അത്തിനെ കുറിച്ച് വിശദീകരിച്ച് അവസാനം പറയുന്നു, യോലമു മിമ്മാ സബഖ, ഈ മേൽ പറയപ്പെട്ടതിൽ നിന്ന് ബോധ്യപ്പെട്ടു, അന്നൽ ഉലമാഅ മുത്തഫിഖൂന അലാ അഖ്സാമിൽ ബിദ്അത്തി ഇലാ മഹ്മൂദത്തിൻ വ മദ്മൂമ, സർവ്വ പണ്ഡിതന്മാരും ബിദ്അത്ത്, മംദൂഹ, മദ്മൂമ എന്നീ 2 ഇനങ്ങളുണ്ട് എന്നതിൽ മുത്തഫിഖാണ്, ഇജ്മാഉണ്ട് എന്ന് കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഇനി നോക്കൂ നിങ്ങൾ, അടുത്തത് വഹാബികളുടെ ആചാര്യനായ അവരുടെ സ്രോതസ്സായ അവർ ഷെയ്ഖുൽ ഇസ്ലാം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഇബ്നു തൈമിയ, ആ ഇബ്നു തൈമിയയുടെ നിലപാടെന്താണ്? വഹാബികൾ പറയുന്നു ഇബ്നു തൈമിയെ തള്ളിയാൽ അത് ഖുർആൻ തള്ളുന്നതിന് തുല്യമാണ്. ഇബ്നു തൈമിയയുടെ ആശയം വിശലിപ്തമാണെന്ന് പറഞ്ഞാൽ അത് ഖുർആൻ വിശലിപ്തമാണെന്നതിന് തുല്യമാണെന്ന് പറയുന്ന ഇബ്നു തൈമിയ അവിടുത്തെ അൽ ഫുർഖാൻ ബൈനൽ ഔലിയാഇ റഹ്മാൻ വ ഔലിയാഇ ശൈത്താൻ എന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാല്യം 162-ാമത്തെ പേജിൽ കൃത്യമായി പറയുന്നുണ്ട്. എന്ത്? ഷാഫി ഇമാമിന്റെ ഖൗൽ എടുത്തിടുന്നു, അൽ ബിദ്അത്തു ബിദ്അത്താനി മംദൂഹ വ മദ്മൂമ, എന്നിട്ട് ഫമാ വാഫഖ സുന്നത ഫഹുവ മഹ്മൂദുൻ, സുന്നത്തിനോട് യോജിച്ചു വന്നത് മഹ്മൂദാണ്, അതിനോട് എതിരായി വന്നത് മദ്മൂമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇബ്നു തൈമിയ എന്നിട്ട് ശേഷം പറയുന്നു അവിടുത്തെ നബിദിനാഘോഷത്തെ ഫതഅലീമുൽ മൗലിദി വത്തിഖാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു ബഅദുൻ നാസി വയകൂനു ലഹു ഫീഹി അജ്റുൻ അലീം. എന്താണ് ഇബ്നു തൈമിയ റസൂലുള്ളാഹിന്റെ കാലത്തില്ലാത്ത രൂപത്തിൽ മൗലിദിനെ ആഘോഷിക്കലും അതിനുവേണ്ടി പ്രത്യേക സംവിധാനം ഒരുക്കലും അത് ചില ആളുകൾ നടത്തുന്നുണ്ട്, അതിന് നല്ല കൂലിയുണ്ട്. കാരണം എന്താ? ഹുസ്നി ഖസ്ദിഹി വ തഅലീമി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തില്ലാത്ത പരിപാടിയാ ഈ രൂപത്തിൽ ഈ ഹൈഅത്ത് മജ്മുഅയിൽ നബിദിനാഘോഷം നടത്തൽ. അത് പാടുണ്ട്, ചെയ്യാൻ പറ്റും, നല്ല കാര്യമാണെന്ന് ഇവരുടെ ആചാര്യനായ ഖുർആനെ തള്ളുന്നതിന് തുല്യമാണെന്ന് പറയപ്പെടുന്ന ഇബ്നു തൈമിയ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ പ്രഗൽഭരായ സർവ്വ ഇമാമിങ്ങളും അതുപോലെ 4 മദ്ഹബിലെയും ഇമാമുകളൊക്കെ ഇങ്ങനെ ഒരു വിഭജനം അത് അവർ ഹദീസിന്റെ വെളിച്ചത്തിൽ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാം ഇമാമുകൾ എഴുതി വെച്ചു, മൻ അഹദസ ഫി അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. ഇന്ന് നമ്മുടെ ദീനിലില്ലാത്ത ഒന്നിനെ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ബിദ്അത്താണ്, അത് മർദൂദാണ്, റദ്ദാണ്, തള്ളപ്പെടേണ്ടതാണ്.
ഉസൂലുൽ ഫിഖ് അല്ലെങ്കിൽ ഉസൂല് പഠിച്ച് ഏതൊരാൾക്കും മനസ്സിലാക്കും. എന്താ പറഞ്ഞത്? ഇതിന്റെ മന്ദൂക്കാണ്. മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ മന്ദൂക്കാണ്. ഈ ഹദീസിന് മഫ്ഹൂമുണ്ട്. മഫ്ഹൂം എന്താണ് ആദ്യം പഠിക്കണം. അത് ജമ്മ് ചുരുങ്ങി പോകണം. അപ്പൊ മഫ്ഹൂം എന്താണ്? മാ ലൈസ മിൻഹു, ദീനിൽ ഇല്ലാത്ത. സമയം കഴിഞ്ഞത് കൊണ്ട് തൽക്കാലം നിർത്തുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي. اللهم أجب دعوتي واغسل حوبتي وثبت حجتي واهدي قلبي وسدد لساني واسلل صحيمة صدري. وقال الله تعالى في القرآن الكريم: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. وقال النبي صلى الله عليه وسلم: من أحدث في أمرنا هذا ما ليس منه فهو رد. സഹോദരമായ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നാം ഇവിടെ വലിയ ഒരു വിഷയം അഥവാ ബിദ്അത്ത്, അതുപോലെ തന്നെ അതിന്റെ തഖ്സീമുകൾ, അങ്ങനെ ബിദ്അത്ത് സയ്യിത്തുണ്ടോ ഹസനത്തുണ്ടോ അതുപോലുള്ള ചർച്ചകൾ ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ച ചെയ്യാൻ പോകുന്ന അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ വിഷയാവതരണത്തില് അധികമൊന്നും ആമുഖമില്ലാതെ നമുക്ക് കാര്യമായിട്ട് നേരിട്ട് ചർച്ചയിലേക്ക് കടക്കാം. എന്റെ വിഷയാവതരണത്തിൽ മിക്കവാറും ഇൻഷാ അല്ലാഹ് ഈ 7 കാര്യങ്ങളാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന്, ബിദ്അത്ത് എന്താണ്, ഭാഷാപരമായിട്ട് സാങ്കേതികമായിട്ട് ബിദ്അത്ത് എന്താണ്. രണ്ടാമത്, അൽയൗമ അക്മൽതു ലക്കും എന്നുള്ള അള്ളാഹുവിന്റെ ആയത്ത് കൊണ്ട് എന്താണ് അള്ളാഹു തആലയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലഫുസ് സാലിഹീൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഈ ഹദീസ് വകുല്ലു ബിദ്അത്തിൻ ദലാല എന്നുള്ള ഹദീസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. നാലാമത്, ഇവർ ചെയ്യുന്ന ഇബാദത്തുകൾപ്പെട്ട ഇബാദത്തുകളൊക്കെ അത് യഥാർത്ഥത്തിൽ സലഫുസ് സാലിഹീങ്ങൾ അതിനെ എതിർത്തിട്ടുണ്ടോ, എതിർത്തിട്ടില്ലേ. അഞ്ചാമതായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും അതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയുടെയും ഒക്കെ ഇബാദത്തുകൾ എടുത്തുകൊണ്ട് സാധാരണയായിട്ട് ഇവർ എന്ത് ചെയ്യാറുണ്ട്, ഇവർ ചെയ്യുന്ന ബിദ്അത്തുകൾക്കൊക്കെ അനുകൂലമായിട്ടാണ് ഇവരുടെ വാക്കിൽ നിന്നും അവർ പറയാറുണ്ട്. അതുപോലെ തന്നെ അടുത്തത് ഇസ്ന അബ്ദുസ്സലാം റഹിമഹുല്ലാ അദ്ദേഹത്തിന് അൽ ഖവായിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്. ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉസൂലുൽ ഫിഖിന്റെ ഭാഗമായിട്ടുള്ള മസ്ലഹുൽ മുർസലയും അതുപോലെ തന്നെ മഖാൽ ശറഈയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് ബിദ്അത്തായിട്ട് ഇബാദത്തുകൾ ചെയ്യാൻ പറ്റുമോ പറ്റില്ലേ എന്നുള്ള സത്യാവസ്ഥയാണ് ഇൻഷാ അല്ലാഹ് നാം ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബിദ്അത്ത് എന്താണ്? ഏതൊരു സാങ്കേതിക പ്രയോഗത്തിനും അതിന്റെ ഭാഷാപരമായ അർത്ഥമുണ്ട്, അതുപോലെ സാങ്കേതികമായ അർത്ഥം. ഉദാഹരണം സലാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഭാഷാപരമായ അർത്ഥം പ്രാർത്ഥനയാണ്. എന്നാൽ ഇസ്ലാമിക ശരീഅത്തിൽ അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥം വെച്ച് നമ്മളിപ്പോൾ ചെയ്യുന്ന മറ്റുള്ള ഫർള് നമസ്കാരങ്ങളും അത് സുന്നത്ത് നമസ്കാരങ്ങളാണ് അതിന്റെ സാങ്കേതികമായിട്ട് നിരൂപാധികമായിട്ട് നാം അതിനെ കുറിച്ച് പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഭാഷാപരമായിട്ട് ഇതിൽ പറയുമ്പോൾ അതിന്റെ കൈതോടെ പറയണം, എന്താണ് ഇത് ഭാഷാപരമായിട്ടുള്ള പ്രയോഗമാണ് അതിന്റെ ഉദ്ദേശം എന്ന് പറയണം. അതുപോലെ തന്നെ സക്കാത്ത്, അതുപോലെ തന്നെ ഹജ്ജ്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ സാങ്കേതികമായിട്ടുള്ള ഏതൊക്കെ പ്രയോഗങ്ങളുണ്ടോ അതിനെല്ലാത്തിനും എന്തുണ്ട്, ഭാഷാപരമായിട്ടുള്ള അർത്ഥമുണ്ട്, അതുപോലെ സാങ്കേതികമായ അർത്ഥമുണ്ട്. ഇനി ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽപ്പെട്ട ഈ ബിദ്അത്ത് എന്താണ് അതിന്റെ സാങ്കേതികമായിട്ടുള്ള അർത്ഥവും അതുപോലെ ഭാഷാപരമായ അർത്ഥവും ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്ലുൽ മാലത്തി ബദഅ ലിൽ ഇഖ്തിറാഇ അലാ ഗൈരി മിസാലിൻ സാബിഖിൻ. അഥവാ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൻ മാതൃകയില്ലാതെ ഒരു കാര്യത്തിന് അത് എന്തോ ആകട്ടെ അതിനെ പറയുന്ന പേരാണ് ബിദ്അത്ത്. അത് എന്താണ്, അത് നല്ലതാണെങ്കിലും ശരി മോശപ്പെട്ടാലും ശരി അതിനൊക്കെ എന്ത് പറയാം, ബിദ്അത്ത് എന്ന് പറയാം. അല്ലാഹു തആല ബദീഉസ് സമാവാതി വൽ അർദ് എന്ന് പറയുന്നത് പോലെ അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല പ്രഖ്യാപിക്കുന്നു കുൽ മാ കുൻതു ബിദ്അൻ മിനർ റസൂൽ. ഇവിടെ ബിദ്അ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഭാഷാപരമായ അർത്ഥം ഇവിടെ ശറഇൽ അഥവാ ഇസ്തിലാഹിൽ, ഇസ്തിലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ഡിതന്മാർ യോജിക്കുന്ന ഒരു കാര്യമാണ്. ആ പ്രയോഗം കൊണ്ട് പണ്ഡിതന്മാർ മനസ്സിലാക്കുന്ന കാര്യമാണ്. അതിൽ ബിദ്അത്തിനെ എങ്ങനെയാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത്. ഇമാം ഷാതിബി റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ ഇഅ്തിസാമിൽ പറയുന്നു, ഫൽ ബിദ്അത്തു ഇദൻ ഇബാദത്തുൻ അൻ തരീഖത്തിൻ ഫിദ്ദീൻ മുഖ്തറഅ തുദാഹി ശർഇയ്യ യുഖ്സദു ബിസ്സുലൂകി അലൈഹൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി തആല എന്നാണ് ഇവിടെ പറഞ്ഞത്. ബിദ്അത്ത് എന്ന് കഴിഞ്ഞാൽ തരീഖത്തുൻ ഫിദ്ദീൻ മുഖ്തറഅത്തുൻ, പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള പാതകൾ. എവിടെ? ദീനിൽ. അപ്പൊ ദീൻ എന്നുള്ള അവിടെ പരാമർശം എടുത്തുകൊണ്ട് തന്നെ മറ്റുള്ള ദീനല്ലാത്ത കാര്യങ്ങൾ എന്തായി, അതിലുള്ള ബിദ്അത്തല്ല ഒരിക്കലും തന്നെ ഇവിടെ പരാമർശിക്കുന്നത്. മാത്രമല്ല ഇതിന്റെ പ്രത്യേകത എന്താണ്, തുദാഹി ശർഇയ്യ അഥവാ ഇസ്ലാമിക ശരീഅത്തിനോട് സാദൃശ്യമുള്ള ഒരു കാര്യമാണ്.
എന്താണ് അതിന്റെ ഉദ്ദേശം? യുക്സദു ബിസ്സുലൂകി അലൈഹൽ മുബാലഗതു ഫി തഅബ്ബുദി ലില്ലാഹി തആല, അല്ലാഹുവിനോടുള്ള ആരാധനയിൽ ഫി തഅബ്ബുദ്, അതാണ് രണ്ടാമത്തെ പോയിന്റ്. അഥവാ അള്ളാഹുവിനോടുള്ള ആരാധനയിൽ അതിര് കവിയിലാണ് ഈ പറയപ്പെടുന്ന ഈ ബിദ്അത്തുകാരുടെ ഉദ്ദേശം. അപ്പൊ ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതുതായി ഉണ്ടാക്കിയിട്ടുള്ള പാത. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള ഇബാദത്തുകളിൽ അഥവാ കുർബത്തിൽ അള്ളാഹു തആലയിലുള്ള ഇബാദത്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇത് പുതുതായി ഉണ്ടാക്കിയുള്ള പാതാണ്. എവിടെ? ദീനിൽ. അദ്ദേഹം കൊടുക്കുന്ന ചില ഉദാഹരണങ്ങളാണ് എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിനാഘോഷം ഒരു ആഘോഷമാക്കുക, അതുപോലെ തന്നെ ദിക്ർ ഹൽക്ക അഥവാ ഈ കൂട്ടമായിട്ടുള്ള ദിക്ർ ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ടല്ലോ, അതൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രസ്തുത ബിദ്അത്തിന്റെ നിർവചനത്തിൽ പെടുന്ന കാര്യങ്ങൾ. ഇനി ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ കലാമായിട്ടുള്ള സൂറത്തുൽ മാഇദയിൽ 3-ാമത്തെ ആയത്തിന്റെ വിശദീകരണം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉദ്ദേശം? ദീന് പൂർത്തിയായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെന്തിൽ കൂട്ടതുണ്ടോ? ദീനിൽ നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ദീനിൽ തഅബ്ബുദാത്തുകളിൽ അള്ളാഹുവിനോടുള്ള ആരാധനകളിൽ ഒന്നും തന്നെ കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യമില്ല. ഒരു പുതിയ ദിക്റോ അല്ലെങ്കിൽ പുതിയ രീതിയിലുള്ള നമസ്കാരമോ അതുപോലെ പുതിയ രീതിയിലുള്ള ഇവർ ചെയ്യുന്ന ഖുത്റാത്തീബുകളോ അതുപോലെ തന്നെ ഇവർ ദിക്ർ ഹൽക്കുകളോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും യാതൊരു പ്രസക്തിയുമില്ല. കാരണം അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചു കഴിഞ്ഞാൽ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു എന്താണ്? ഖാല ഇബ്നുൽ മാജിശൂൻ സമഅതു മാലികൻ യഖൂലു മൻ ഇബ്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അത്തൻ യറാഹ ഹസന, ആരെങ്കിലും ദീനുൽ ഇസ്ലാമിൽ ബിദ്അത്ത് അത് നല്ലതെന്ന നിലയ്ക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സഅമ അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന റിസാല, അവൻ എന്ത് വാദിക്കുന്നു? അവൻ വാദിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാലത്തിൽ വഞ്ചന കാണിച്ചത്. കാരണം എന്താണ്? ലി അന്നല്ലാഹ യഖൂൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, അല്ലാഹു തആല പറയുന്നു ഈ ദീൻ പൂർത്തിയായി. അപ്പൊ പൂർത്തിയായ ദീനിൽ ഇവന്റെ വക തഅബ്ബുദാത്തുകളിൽ യാതൊരു പ്രസക്തിയുമില്ല. അതുകൊണ്ട് തന്നെ നാരിയ സലാത്തും അതിന്റെ മഹത്വവും അതുപോലെ തന്നെ നിങ്ങൾ ഈ തരത്തിലുള്ള കൂട്ടമായിട്ടുള്ള ദിക്ർ ഹൽക്കകളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ ചാടുണ്ടല്ലോ, അതൊന്നും ഒരു പ്രസക്തിയുമില്ല. റക്സിന് പ്രസക്തിയുമില്ല. അതുപോലെ തന്നെ നിങ്ങൾ കൊണ്ടുവരുന്ന എല്ലാ ബിദ്അത്തിലും ഇമാം മാലിക് റഹ്മത്തുള്ളാഹി വിശദീകരണം അനുസരിച്ചിട്ട് ഖാന റിസാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റിസാല വഞ്ചന ചെയ്തു എന്ന് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറയാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി കുല്ലു ബിദ്അത്തിൻ ദലാല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി കുല്ലു ബിദ്അത്തിൻ ദലാല എന്നുള്ള ഹദീസിനെ ആമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, ആമായിട്ട് ഉൾക്കൊള്ളണം. ഈ ഇൻഷാ അല്ലാഹ് എന്താണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്? കൃത്യമായി തന്നെ അവർ പറയുന്നു. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അദ്ദേഹത്തിന്റെ തഫ്സീൽ പറയുന്നു വൽ ബിദ്അത്തു അലാ ഖിസ്മൈൻ, ബിദ്അത്ത് എന്നുള്ളത് രണ്ട് തരമാണ്. താറത്തൻ തകൂനു ബിദ്അത്തൻ ശർഇയ്യ, ശർഇൽ ഇസ്തിലാഹിൽ എന്താണ് ചിലപ്പോൾ ബിദ്അത്ത് എന്ന് പറയാം. കഖൗലി ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, ബിദ്അത്ത് അഥവാ എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ആ കാര്യം അത് ശരീഅത്തിൽ എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. എന്നാൽ ചിലപ്പോൾ താറത്തൻ തകൂനു ഫീ ബിദ്അത്തൻ ലുഗവിയ്യ, ചിലപ്പോൾ ഭാഷാപരമായിട്ടുള്ള പ്രയോഗങ്ങൾ ഉപയോഗിക്കാം. ഏതുപോലെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ എന്ത് നിഅമത്തുൽ ബിദ്അത്ത് ഹാദി, അങ്ങനെയുള്ള പ്രയോഗങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അത് ഭാഷാപരമായിട്ടുള്ള പ്രയോഗം മാത്രം. മനസ്സിലാക്കുന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രയോഗം കൊണ്ട് നിഅമത്തുൽ ബിദ്അത്ത് ഹാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഷാപരമായിട്ട് എന്തെങ്കിലും പ്രയോഗം വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഇസ്ലാമിന്റെ സാങ്കേതിക പ്രയോഗങ്ങൾക്കൊക്കെ എല്ലാത്തിനും ഭാഷാപരമായ പ്രയോഗങ്ങൾ ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ അതല്ല. മുത്തലഖായിട്ട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഖൈദ് പറഞ്ഞിട്ടില്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ശറഇന്റെ അടിസ്ഥാനത്തിൽ എന്തില്ല, അങ്ങനെ സയ്യത്തില്ല, ഹസനത്തില്ല. ശറഇൽ എന്ത് മാത്രമേ ഉള്ളൂ? കുല്ലു ബിദ്അത്തിൻ ദലാല. ഇനി ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അങ്ങനെ വിഭജിച്ചു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? അത് സാങ്കേതികമായ ശറഇന്റെ അടിസ്ഥാനത്തിലോ? ഒരിക്കലുമല്ല. കൃത്യമായി തന്നെ ഇമാം ഇബ്നു റജബ് അൽ ഹംബലി റഹ്മത്തുള്ളാഹി പറയുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? നമുക്ക് നോക്കാം. ഷാഫി റഹ്മത്തുള്ളാഹി മാ സകർനാഹു മിൻ ഖബൽ أن البدعة المذمومة ما ليس لها أصل من الشريعة يرجع إليه وهي البدعة في الإطلاق الشرعي. أما البدعة المحمودة فما وافق السنة يعني ما كان لها أصل من السنة يرجع إليه وإنما هي بدعة لغة لا شرعا. അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ ബിദ്അത്ത് ഭാഷാപരമായിട്ടാണ്, അതല്ലാതെ എന്തല്ല സാങ്കേതികമല്ല. അതുപോലെ തന്നെ ഇൻഷാ അല്ലാഹ് രണ്ട് കാര്യങ്ങളുണ്ട്. ഇവരെ മസ്ലഹൽ മുർസലയും അതുപോലെ തന്നെ അതിന്റെ വേർതിരിവുമാണ്. എന്തായാലും സമയമില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെയും
നമുക്ക് ബാക്കിയുള്ള ചർച്ചയിൽ എന്ത് ചെയ്യാം. ഇവർക്കിപ്പോ എങ്ങനെയെങ്കിലും ഒക്കെ കുറച്ച് സമയത്തിനുള്ളിൽ കുറെ കാര്യം പറയണമെന്നാണ്. എന്തായാലും പിന്നെ ചില കാര്യങ്ങൾ പരാമർശിച്ചു, കുറെ ഡയലോഗ് അടിച്ചു. എന്തായാലും ചെറിയ കുട്ടിയല്ലേ, ആ തരത്തിലുള്ള കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞേക്കാം. അത് അത്ര രീതിയിൽ കാര്യമാക്കി എടുക്കുന്നില്ല ഞങ്ങള്. അദ്ദേഹം കുറച്ച് ദേഷ്യപ്പെട്ടു, അതൊക്കെ ഞങ്ങൾ പുറത്തു തന്നിരിക്കുന്നു. അദ്ദേഹം പല രീതിയിൽ ഡയലോഗ് പറഞ്ഞു, അതിനൊന്നും ഞങ്ങൾ എന്ത് ചെയ്യില്ല, മറുപടി പറയുന്നില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി وبركاته. الحمد لله والصلاة والسلام على رسول الله. اللهم أعني ولا تعن علي وامكر لي ولا تمكر علي وانصرني على من بغى علي. اللهم ثبت حجتي واهدي قلبي وسدد لساني واسلل سخيمة صدري. وقال الله تعالى في القرآن الكريم: اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. وقال النبي صلى الله عليه وسلم: كل بدعة ضلالة. إن شاء الله ഇപ്പോ ഇവിടെ ബിദ്അത്ത്, അതിന്റെ വിഭജനം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച. അപ്പൊ ഏതൊരു പ്രയോഗവും അതിന്റെ കാര്യം മനസ്സിലാക്കണമെങ്കിൽ, പ്രത്യേകിച്ച് താലിബുൽ ഇൽമായിട്ടുള്ള നമ്മളെ ഷാഫി പോലത്തുള്ള ആളുകളൊക്കെ സംസാരിക്കണമെങ്കിൽ അതിന്റെ നിർവചനം എന്തായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്താണെന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം. അപ്പൊ അതിന്റെ ഒന്നാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബിദ്അത്ത് ഭാഷാപരമായിട്ടും സാങ്കേതികമായിട്ടും അതോ ഇസ്തിലാഹിലും ലുഗത്തിലും എന്താണ്? ഇനി ഇസ്തിലാഹിൽ അതോ ശറഇൽ ബിദ്അത്ത് ഹസനയും അതുപോലെ സയ്യത്തും ഉണ്ടെങ്കിൽ ബിദ്അ ഹസനയുടെ നിർവചനം എന്താണ്, ബിദ്അ സയ്യയുടെ നിർവചനം എന്താണ്? ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇസ്തിലാഹ് എന്ന് പറഞ്ഞ സാങ്കേതിക പ്രയോഗം. ആ സാങ്കേതിക പ്രയോഗം എന്നതിന്റെ നിർവചനം എന്താണ്? ഇസ്തിലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് പണ്ഡിതന്മാർ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? അതിന്റെ ഭാഷാപരമായിട്ടുള്ള ഇത്തഫഖ, ഉലമാകൾ ഇത്തിഫാഖ് ചെയ്യുന്നു. പക്ഷെ അതല്ല എനിക്ക് ആവശ്യമുള്ളത്. എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ശറഅ അല്ലെങ്കിൽ ഇസ്തിലാഹ് എന്ന് പറയുമ്പോൾ അതിന്റെ സാങ്കേതികമായിട്ടുള്ള പ്രയോഗം, അതിന്റെ നിർവചനം എന്താണ്? അതൊന്ന്. രണ്ടാമത്, ബിദ്അത്ത് എന്നുള്ളത് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥവും അതുപോലെ തന്നെ അതിന്റെ സാങ്കേതികമായിട്ടുള്ള നിർവചനവും. ഇനി ബിദ്അത്ത് രണ്ടുണ്ടെങ്കിൽ, ശറഇൽ രണ്ടുണ്ടെങ്കിൽ, ഇസ്തിലാഹിൽ രണ്ടുണ്ടെങ്കിൽ അതിന്റെ ബിദ്അ ഹസനയുടെ നിർവചനവും ബിദ്അ സയ്യിയുടെ നിർവചനവും കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മറുപക്ഷം ഉദ്ധരിക്കുക. ഇതാണ് ഇന്റെ ഈ രണ്ട് ചോദ്യങ്ങൾ. ഇൻഷാ അല്ലാഹ് നമ്മുടെ സഹോദരൻ പറയുമെന്ന് എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ശറഈന്റെ രസത്തിലുള്ള ഇസ്തിലാഹിൽ കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിദ്അത്തുകളും ശറഈന്റെ അടിസ്ഥാനത്തിൽ അഥവാ ഇസ്തിലാഹിൽ വടികേടാണ് എന്ന അർത്ഥത്തിലാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇനി എന്തെങ്കിലും നിലക്ക് പണ്ഡിതന്മാർ അതിനെ വിഭജിച്ചിട്ടുണ്ടെങ്കിൽ അത് ശറഈന്റെ അടിസ്ഥാനത്തിലല്ല, അത് ലുഗവിയ അടിസ്ഥാനത്തിലാണ് എന്നതും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ആ ഖൈദ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ സഹോദരൻ ബിദ്അത്ത് അതിന്റെ നിർവചനം ഇതില് ഇസ്തിലാഹിൽ ബിദ്അത്ത് ഭാഷാപരമായി, ഇനി ഇസ്തിലാഹിൽ രണ്ട് നിലക്കുണ്ടെങ്കിൽ ബിദ്അ ഹസനയുടെ നിർവചനം, ബിദ്അ സയ്യിദ് നിർവചനം, ഇസ്തിലാഹിയ നിർവചനം. ഇതാണ്. ഇത്രയും കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, മറുപടി എന്ത് ചെയ്യുന്നു, അപേക്ഷിക്കുന്നു. ഉസൂലുൽ ഫിഖ്ഹിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ച. ഡയലോഗുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് തുടരാം. പക്ഷേ അതിന് അത്തരത്തിലുള്ള ആ മറുപടികൾ എന്ത് ചെയ്യുന്നില്ല, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒന്നാമത്തെ ചോദ്യം സുഹൈൽ ഭായ് ഇവിടെ ചോദിച്ചു കഴിഞ്ഞു. വിഷയാവതരണം കേട്ട എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും എന്താണ് അദ്ദേഹത്തിന് ഈ ബിദ്അത്തിന്റെ തഖസീം അടിസ്ഥാനം പോലും മനസ്സിലായിട്ടില്ല. അദ്ദേഹം പറയാണ്, ഇവിടെ വാസ്തവത്തിൽ രണ്ടായി പിരിയുന്നത്, തഖസീമാകുന്നത് ബിദ്അത്തുൽ ലുഗവിയാണ്, ശറഈയല്ല. ഇവിടെ ആർക്കാ തർക്കം? ഈ എല്ലാ സുന്നികളുടെയും വാദം തന്നെയാണ്, ശറഈയായ ബിദ്അത്തല്ല തഖസീമാകുന്നത്, ലുഗവിയായ ബിദ്അത്ത് തന്നെയാണ്. എന്താണ് ശറഈയായ ബിദ്അത്ത്? സുഹൈൽ ഭായ് മനസ്സിലാക്കുക, എല്ലാവരും മനസ്സിലാക്കട്ടെ. നിങ്ങളുടെ ഇബ്നു തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട്, അമ്മൽ ബിദ്അത്തു ശറഈയ, ശറഈയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശറഈയ്യൻ, ശറഈയായ ഒരു ദലീൽ അതിന്റെ മേൽ അറിയിച്ചിട്ടില്ല, അതാണ് ശറഈയായ ബിദ്അത്ത്. അത് ഉറപ്പന്നല്ലേ വലാലത്താണെന്ന്. പിന്നെ തഖസീമാകുന്നതോ അത് ബിദ്അത്തുൽ ലുഗവിയാണ്, ഭാഷാപരമായിട്ടുള്ള ബിദ്അത്ത് തന്നെയാണ്. ഇനി എന്താ ബിദ്അത്ത്? എന്താ ബിദ്അത്ത്? ശരിക്കും കേട്ടോ, എന്താണ് ഇസ്തിലാഹ് എന്ന് അതുപോലും അറിയില്ല. എന്താണ് സാങ്കേതികപരമായ പ്രയോഗം എന്ന് പറഞ്ഞാൽ എന്താണെന്നാ ഒരുപാട് ജുർജാനി ഇമാമിന്റെ താരീഫാത്ത് നിന്നാണ് ഞാൻ ഈ ഇബാറത്തിട്ടത്. ഒരുപാട് അർത്ഥം പറഞ്ഞതിൽ ഒന്ന് കേട്ടോ, ഇത്തിഫാഖു ത്വായിഫത്തിൻ അലാ വദഇ ലഫ്ലിൻ ഇസാഇൽ മാന.
ഒരു കൂട്ടം പണ്ഡിതന്മാര് ഒരു ലഫ്ലിനെ വളയ് ചെയ്തപ്പോ അതിനെ വെച്ചപ്പോ ഒരു അർത്ഥത്തിന്റെ മുഖാബിലിൽ ഒരു ലഫ്ലിനെ പ്രയോഗിക്കുക, ആ പ്രയോഗത്തിന്റെ മേൽ ഒരു കൂട്ടം പണ്ഡിതന്മാർ ആളുകൾ യോജിക്കുക, അതിനാണ് ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ. ഈ ബിദ്അത്തിന്റെ ഭാഷാർത്ഥം എന്ത്, ബിദ്അത്തിന്റെ സാങ്കേതിക പ്രയോഗം എന്ത് എന്നാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. ബിദ്അത്തിന്റെ ഭാഷാപരമായ പ്രയോഗം എന്താ? കാല അഹ്ലുൽ ലുഗത്തിന്റെ അഹ്ലുകാർ പറഞ്ഞു. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? ഹിയ കുല്ലു ഷൈഇൻ അമില അലാ ഗൈരി മിസാലിൻ സാബിഖിൻ, മുൻ മാതൃകയില്ലാതെ ഏതൊരു കാര്യം ചെയ്യുന്നോ അതൊക്കെ ബിദ്അത്താണ്. ഇതാണ് ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. ഇനി ബിദ്അത്ത് ഹസന സയ്യിഅ അല്ലെങ്കിൽ മംദൂഹ മദ്മൂമ എന്ന് പറഞ്ഞാൽ എന്താ? അത് ബഹുമാനപ്പെട്ട ഷാഫി ഇമാം, സലഫുകളിൽപ്പെട്ട ഷാഫി ഇമാം പറയട്ടെ. ഇപ്പോ സുഹൈൽ കാര്യമായി ഉദ്ധരിച്ചത് എന്താ? ഇമാം ഷാത്തിബിയുടേതാ. ഞാൻ നേരത്തെ തന്നെ ഞാൻ ടെക്സ്റ്റ് വിട്ടിട്ടുണ്ട് സുഹൈൽ വിടുന്നതിന് മുമ്പ്. ഷാത്തിബി ഇമാം എല്ലാവരും ഈ വിഷയത്തിൽ ഒരാളും ഒറ്റപ്പെട്ടിട്ടില്ല, എല്ലാവരും ബിദ്അത്ത് 2 ഉണ്ട് എന്ന വിഷയത്തിൽ എല്ലാവരും ഇത്തിഫാഖാണ്. ഇല്ല ഷാത്തിബി, ഷാത്തിബി എന്ന് പറയുന്ന ഇമാം ഒഴികെ, ഹിജ്റ 8-ാം നൂറ്റാണ്ടിൽ വന്ന ഇമാം ഷാത്തിബി ഒഴികെ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. 99.99% ആളുകളൊക്കെ ഈ വിഷയത്തിൽ ബിദ്അത്ത് 2 ഉണ്ട്. ഒരു വിഷയം പറയുമ്പോൾ ഏറ്റവും ആധികാരികമായി പറയേണ്ടത് സലഫുകളല്ലേ. സലഫി എന്ന് പറഞ്ഞിരുന്നൊരു കാര്യമില്ലല്ലോ സുഹൈൽ ആൻഡ് പാർട്ടി. സലഫുകളുടെ ആശയം വേണ്ടേ? ആ സലഫുകളിൽപ്പെട്ട പ്രമുഖനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കൃത്യമായി പഠിപ്പിക്കുന്നു കേട്ടോ. എന്താ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? അൽ ബിദ്അത്തു ബിദ്അത്താനി, മഹ്മൂദ് ഉണ്ട്, മദ്മൂമയുണ്ട്. മഹ്മൂദ എന്ന് പറഞ്ഞാൽ എന്താ? ഫമാ വാഫഖ സുന്നത ഫഹുവ മഹ്മൂദുൻ. ഇതാരായിരുന്നു? ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ അൽ ഫുർഖാൻ ബൈന ഔലിയാ റഹ്മാൻ വ ഔലിയാ ശൈത്താനിൽ എഴുതുന്നത്. ഏതെങ്കിലും ഒരു ബിദ്അത്ത്, ഏതെങ്കിലും ഒരു കാര്യം അത് സുന്നത്തിനോട് യോജിച്ചു വന്നാൽ ഫഹുവ മഹ്മൂദുൻ, അത് മഹ്മൂദാണ്. വമാ ഖാലഫഹ, ഇനി സുന്നത്തിനോട് വിയോജിച്ചു വന്നാലോ ഫഹുവ മദ്മൂമത്തുൻ, അത് മദ്മൂമത്തുമാണ്, നിന്ദിക്കപ്പെട്ടതുമാണ്, തള്ളപ്പെടേണ്ടതുമാണ്. ഇതേ വിഷയം ഇമാം ഇബ്നു ഹജർ അൽ അസ്ഖലാനി തങ്ങൾ, അതുപോലെ തന്നെ ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു, ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങി ശേഷം വന്ന എല്ലാ ഇമാമികളും, ഇമാം നവവി റളിയല്ലാഹു അൻഹു, അതുപോലെ തന്നെ സുൽത്താനുൽ ആരിഫീൻ ഇമാം നവവി തങ്ങളുടെ കാലക്കാരനായ ഇസ്സുദ്ദീൻ ബിൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എല്ലാവരും ഈ വിഷയം കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ട് സുഹൈൽ ചോദിച്ചത് ഇസ്തിലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ആ പ്രയോഗം പറഞ്ഞു. പിന്നെന്താ ബിദ്അത്ത് ഭാഷാർത്ഥത്തിൽ അതും പറഞ്ഞു കൊടുത്തു. പിന്നെ ബിദ്അത്ത് സാങ്കേതികപരമായിട്ട് എന്താണ് അതും പറഞ്ഞു. അതുപോലെ തന്നെ സയ്യത്ത് ഹസനത്ത് പറഞ്ഞാൽ അതൊക്കെ സലഫുകളുടെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ 100 കണക്കിന് ഇമാമിങ്ങൾ എഴുതിയതുണ്ട്. ഇദ്ദേഹം സുഹൈലിനാകെ ഉദ്ധരിക്കാൻ കഴിഞ്ഞത് ആകെ ഷാദായി വന്ന, ഒറ്റപ്പെട്ട് വന്ന ആകെയുള്ള ഇമാം ഷാത്തിബിയുടേത്. അത് ഞാൻ ആദ്യം തന്നെ ഇദ്ദേഹം പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ആ ഇബാറത്ത് അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഈ അബദ്ധത്തിൽ ചാടുമായിരുന്നില്ല. അള്ളാഹു എല്ലാവരെയും, എല്ലാ മുജാഹിദുകളെയും അബദ്ധത്തിൽ നിന്ന് രക്ഷപ്പെടുത്തും. അപ്പോൾ ഒരു കാര്യം, ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം അഥവാ ഇസ്തിലാഹിയ നിർവചനം എന്താണ്? അഥവാ ഒരു കൂട്ടം പണ്ഡിതന്മാരൊക്കെ ഒരു പ്രയോഗം ഭാഷാപരമായ പ്രയോഗത്തിൽ എടുക്കുന്നു, അവർ ഉദ്ദേശിക്കുന്നത് ഖാസ് ആയിട്ടുള്ള ഒരു മഅനയാണ്. ഉദാഹരണത്തിന് ബിദ്അ എന്നുള്ളത് പറഞ്ഞു. ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമ്മൾ 2 പേരും അത് അംഗീകരിക്കുന്നു, അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല, അതൊന്നും അൽഹംദുലില്ലാഹ്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിദ്അത്ത് തഖ്സീം അത് ലോവിയായിട്ടാണ്. ബിദ്അത്ത് തഖ്സീം മാത്രമല്ല, ഇസ്ലാമിൽ ഏതൊരു സാങ്കേതിക പ്രയോഗങ്ങളുണ്ടോ, സകാത്ത്, സൗമ്, ഹജ്ജ്, അതുപോലെ ദുആ, ഏത് പ്രയോഗങ്ങളുണ്ടോ അതിനൊക്കെ ഭാഷാപരമായിട്ടുള്ള പ്രയോഗങ്ങളുണ്ടെന്ന് ആർക്കും തർക്കമില്ല. നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന ഇമാം ഷാത്തിബി റഹിമഹുല്ലാഹ് പോലും അതിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രയോഗങ്ങൾ എടുത്തുകൊണ്ട് തന്നെ എന്തില്ല, ആളുകളെ പൊട്ടീസാക്കേണ്ട ആവശ്യമില്ല. ഏതൊരു ഇസ്ലാമിന്റെ സാങ്കേതികമായ പ്രയോഗങ്ങൾക്കും അതിന്റെ സാങ്കേതിക അർത്ഥവും ഭാഷാപരമായ അർത്ഥമുണ്ട്. അപ്പൊ ഭാഷാപരമായിട്ടുള്ള അർത്ഥം മാത്രമേ എന്തുള്ളൂ, ബിദ്അത്തിനുള്ളൂ. ലോവിയായ അർത്ഥം മാത്രമേ ബിദ്അ ഹസനക്കുള്ളൂ. അതല്ലാതെ സാങ്കേതികമായിട്ടൊരു അർത്ഥം എന്തില്ല, ബിദ്അ ഹസനയിലില്ല എന്ന് പറഞ്ഞതിൽ അൽഹംദുലില്ലാഹ് സന്തോഷമുണ്ട്. പ്രശ്നം അറിയാം. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ കൊണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അറിയോ? വജഅലുഹാ ഹുജ്ജതൻ ഫീമാ ദഹബു ഇലൈഹി മിൻ ഇഖ്തിറാഇൽ ഇബാദാത്ത്. അതാണ് പ്രശ്നം. നിങ്ങൾ ഇവിടെ കൊണ്ടുവരുന്ന ഇസ്ലാം ഇസ്ലാമിന്റെയും ഇമാം ഷാഫിയുടെയും അതുപോലെ തന്നെ ഇമാം നബി റഹ്മത്തുള്ളാഹി ഉദ്ദേശം ലഘുവായിട്ടുള്ള തഖ്സീമിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, മിൻ ഇഖ്തിറാഇൽ ഇബാദാത്ത്. അങ്ങനെ ഭാഷാപരമായിട്ട് ഒരാൾ ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലാ മുശാഹത ഫിൽ ഇസ്തിലാഹ്, ഇസ്തിലാഹി ആയിട്ടുള്ള ഒരു പ്രയോഗം നിങ്ങളിപ്പോ എന്ത് പ്രയോഗിച്ചാലും അവിടെ എന്തില്ല, തർക്കമില്ല. പക്ഷേ
അതിനോടൊപ്പം തന്നെ നിരൂപാധികമായിട്ട് ബിദ്അത്ത് നല്ലതുണ്ട്. എന്നിട്ടോ വഇൻദാലിക ഫലാ യജൂസ യുസ്തദല്ല ബിഹ അലാ ജവാസിൽ ഇബ്തിദാഇ ബിൽ മഅനൽ മുതകല്ലിമി ഫീഹി ലിഅന്നഹു നൗഉം മിൻ തഹരീഫിൽ കലിമി എന്നവാദി. ഇതാണ് പ്രശ്നം. അഥവാ ഇതിന്റെ വെളിച്ചത്തിൽ, ഇതിന്റെ ഈ താല്പര്യത്തിൽ എന്ത് ചെയ്യുന്നു? നിങ്ങൾ പണ്ഡിതന്മാരുടെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ എടുത്തുകൊണ്ട് നിങ്ങളുടെ ഇത്തരത്തിലുള്ള കുത്തുറാത്തീബുകളും അതുപോലെ ഹദ്ദാദുകളും അതുപോലെ തന്നെ മറ്റുള്ള ബിദ്അത്ത് കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിങ്ങൾ അതിനെ എന്ത് ചെയ്യാൻ? ദുർവ്യാഖ്യാനിക്കുക. അതുകൊണ്ട് ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇവിടെ സ്വലാത്തുർ റഗായിബ് വ്യക്തമായി തന്നെ മക്രൂഹായിട്ടുള്ള ബിദ്അത്താണ് എന്ന് ഇമാമുൻ നബവി റഹിമഹുല്ലാഹ് പറയുന്നു. അത് മക്രൂഹായ ബിദ്അത്താണ്. നിങ്ങളുടെ നിർവചന പ്രകാരം എന്തുകൊണ്ടാണ് ഇവിടെ സ്വലാത്തുർ റഗായിബ് മക്രൂഹായിട്ടുള്ള ബിദ്അത്ത് ആവുന്നത്? നിങ്ങളിവിടെ മറുപടി പറയുക. എന്തുകൊണ്ടാണ്, ഏത് തഅരീഫിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ സ്വലാത്തുർ റഗായിബ് എന്ത് ചെയ്യുന്നത്? ഇത് മക്രൂഹായിട്ടുള്ള ബിദ്അത്ത് ആണെന്ന് നിങ്ങളിവിടെ പറയുക. അതുപോലെ തന്നെ ഇമാം ഷാഫി റഹിമഹുല്ലാഹ് തവാഫ് ചെയ്യുമ്പോൾ ആകെ 2 തൂണുകൾ മാത്രമേ ചെയ്യാൻ പാടുകയുള്ളൂ. അതിലപ്പുറം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് തെറ്റാണ് എന്ന് പറയുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 തൂണുകളല്ലാതെ മറ്റു തൂണുകൾ തൊടാൻ പാടില്ല? എന്താണ്, ഏത് നിർവചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഉൾപ്പെടാത്തത് എന്ന് നിങ്ങളുടെ കൃത്യമായിട്ട് ഇടക്കൂടെ കോൾ ചെയ്യരുത്. അപ്പോ ഇത് കട്ടായി പോകുന്നുണ്ട്. വാട്സപ്പ് കോൾ ചെയ്യുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ലേറ്റ് ആയി പോകുന്നത്. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹി അൽഫം മറ. ഇപ്പൊ എന്തായി? നമ്മുടെ വ്യവസ്ഥ എന്തായിരുന്നു? സുഹൈൽ മൗലവി അത് മറന്നുപോയി. വ്യവസ്ഥ ബിദ്അത്ത്, ഹസനത്ത്, സയ്യിഅ എന്നിങ്ങനെ തഖ്സീമാകൽ ശരിയല്ല എന്നായിരുന്നു. ഇപ്പൊ എന്ത് വന്നു? ആ തഖ്സീമാകുന്നുണ്ട്. അത് ഭാഷാപരമായിട്ടുള്ളതാണ്, ഷറഇലുള്ളതല്ല. ഷറഇയാബിദത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കഴിഞ്ഞ വോയിസിൽ പഠിപ്പിച്ചു തന്നില്ലേ? അത് ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ഷറഇയ്യൻ. ഷറഇയായ തെളിവുകൾ അറിയിക്കാത്ത കാര്യങ്ങളാണ് ഷറഇയായ ഷറഇയായ ഇസ്ലാഹിലുള്ള ബിദ്അത്ത്. അത് ഉറപ്പല്ലേ? അത് വലാലത്താണ്, നരകത്തിലേക്കാണോ? ആർക്കാ ഇവിടെ സംശയം? അതേസമയം ലോഹവിയ ബിദ്അത്ത് എന്താ? ഞാൻ നേരത്തെ പോസ്റ്റ് ഇട്ട് പഠിപ്പിച്ചു തന്നില്ലേ, പറഞ്ഞു തന്നില്ലേ? ലോഹവിയ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മാ ഉഹദിസ ബിഗൈരി മിസാലിൻ സാബിഖിൻ, മുൻ മാതൃകയില്ലാതെ പുതുതായി ഉണ്ടാക്കപ്പെടുന്നത്. അത് നല്ലതുണ്ടാവൂലേ? ചീത്ത ഉണ്ടാവൂലേ? നിങ്ങൾ നടത്തിയ ഫെസ്റ്റിവലില്ലേ, നിങ്ങൾ നടത്തുന്ന സ്കൂളുകളില്ലേ, അതൊക്കെ റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? പോകട്ടെ, ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഇമാമിന്റെ കീഴിൽ 20 റക്അത്ത് തറാവീഹ് നിസ്കരിച്ചത് റസൂലുള്ളാഹിന്റെ കാലത്തുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അത് മുൻ മാതൃകയില്ലാത്തൊരു നല്ല കാര്യമാണ്. അതിനെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു നിഅമത്തുൽ ബിദ്അത്തു ഹാദിഹി, അത് ലഹവിയ ബിദ്അത്താണ്. അതെല്ലാം പറയും സുന്നികളവാദം. അത് തന്നെ പഠിച്ചോ? ലഹവിയ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതാണ് ഹസനത്ത്, സയ്യത്ത്, മഹ്മൂദ, മദ്മൂമയിലേക്ക് കിസ്മാകുന്നത്. പിന്നെ ഇമാം ഷാത്തിബി, ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കാകെയുള്ളത് ഇമാം ഷാത്തിബിയുടേതാണ്. ആ ഇമാം ഷാത്തിബിയെ കൂട്ടുപ്രാർത്ഥനയ്ക്കും അതുപോലെയുള്ള ചില വിഷയങ്ങൾക്ക് ഒറ്റപ്പെട്ടിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇവിടെ ആർക്കും തർക്കമല്ല. അതുകൊണ്ട് അംഗീകൃതമായ ഞാൻ ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ തഖ്സീം പറഞ്ഞു തൊടാൻ കഴിഞ്ഞോ? ഇല്ല. ഷാഫി ഇമാം എന്ന് പറഞ്ഞാൽ ആ സലഫുകളിൽപ്പെട്ട ആളുകളാ, സലഫുകളിൽപ്പെട്ട മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു, ഇബ്നു ഹജർ അൽ ഹൈതമി, ഇങ്ങനെ തുടങ്ങി സർവ്വ ഇമാമുകളും പറഞ്ഞു. എന്തു പറഞ്ഞു? ബിദ്അത്ത് 2 എണ്ണമുണ്ട്, മഹ്മൂദ് ഉണ്ട്, മദ്മൂം ഉണ്ട്. അതിന്റെ അർത്ഥം സ്വഹീല, സയ്യിഅ, ഹസന എന്ന് പറഞ്ഞാല് എന്താണ്? സയ്യിഅ ഹസന എന്ന് പറഞ്ഞാൽ ഫമാ വാഫഖ സുന്നത ഫഹുവ മഹ്മൂദുൻ വമാ ഖാലഫഹാ ഫഹുവ മദ്മൂമുൻ. മനസ്സിലായോ? അപ്പൊ അതാണ് ലഹവിയ ബിദ്അത്ത് 2 കിസ്മാകുന്നു. ഇന്ന് നാം ചെയ്യുന്ന ബിദ്അത്തുകളൊക്കെ ലഹവിയാണ്. ഇന്ന് നാം നടത്തുന്ന രൂപത്തിലുള്ള നബിദിനാഘോഷം അത് ലഹവിയാണ്. അതുപോലെ തന്നെ സ്വലാത്തുല്ലുഹ അബൂബക്കർ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുണ്ടോ? നിങ്ങൾ മുജാഹിദുകൾ നടത്തുന്നില്ലേ? ചെയ്യാറില്ലേ സ്വലാത്തുല്ലുഹ? റസൂലുള്ളാഹ് എന്താണ്? നിങ്ങൾ ഈ വിഷയ അടിസ്ഥാനം പഠിച്ചില്ല. അതുപോലെ തന്നെ ഒരാൾ കൊല്ലപ്പെടാൻ നേരത്ത്, തൂക്കിക്കൊല്ലാൻ നേരത്ത് അവസാനം 2 റക്അത്ത് സുന്നത്തുണ്ട്. അതെന്ന് തുടങ്ങിയതാ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ. നിങ്ങൾ ബുഖാരി പോലും ശരിക്കും വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല, പരിഭാഷ പോലും വായിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പൊ ജുസ്ഇയാത്തിലേക്കല്ല സുഹൈലേക്ക് കടക്കേണ്ടത്, ജുസ്ഇയാത്തിലേക്കല്ല. ആദ്യം വിഷയം ഇത് പറ, ഇത് ഈ വിഷയത്തിൽ നിൽക്കട്ടെ. ഹസന സയ്യിഅ എന്ന ഖിസ്മ റെഡിയാണോ? അത് ശരിയല്ല എന്ന് നിങ്ങൾ വാദിച്ചു. അത് ഇവിടെ പൊളിച്ചടങ്ങിയിട്ടുണ്ട് ഇമാം ഷാഫിയുടെ കൗല് കൊണ്ട് മാത്രം. ഇനിയും ഇമാമികൾ ബാക്കി കിടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അതിലേക്കൊക്കെ കടന്നു വരും. പിന്നെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, മാലിക് ഇമാം ആരെങ്കിലും ഒരു പുതിയതായ ബിദ്അത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ റസൂലുള്ളാഹിനെ വഞ്ചിച്ചു. ഉറപ്പ് തന്നെയല്ലേ? ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഇത് മാലിക് ഇമാമിന് അറിയാം, ബിദ്അത്തും ശർഈയാണ്.
അതുപോലെ തന്നെ കുല്ലു ബിദ്അത്തിൻ ളലാല എന്ന് പറഞ്ഞാൽ ഐ കുല്ലു ബിദ്അത്തിൻ ശർഇയ്യത്തിൻ ളലാല. സംശയമുണ്ടോ? കാരണം എന്താ? അത് ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസിനോട് എതിരാണ്. നിങ്ങളുടെ ഇബ്നു തൈമിയ്യ പറഞ്ഞത് ശർഇയ്യായ ദലീലിൽ നിരക്കാത്തതാണ്, അത് നരകത്തിലേക്കുള്ളതാണ്, സംശയമില്ല. അതല്ലല്ലോ നാം പറയും. നമ്മുടെ വാദം എന്താ? ബിദ്അത്ത് രണ്ടൈറ്റമുണ്ട്, ഹസനുണ്ട്, സയ്യിഅണ്ട്. അത് ശരിയല്ലാതാണ് സുഹൈൽ അടക്കമുള്ള മുജാഹിദ് നേതാക്കളുടെ വാദം. അതിനെ പൊളിക്കുന്ന എന്തെങ്കിലും വല്ല രേഖ ഉണ്ടെങ്കിൽ ഉമർ ഫൈസിയുടെ ഭാഷയിൽ പറഞ്ഞ ഒരു അര വരി ഉണ്ടെങ്കിൽ ഇവിടെ വായിക്ക് ഇൻഷാ അല്ലാഹ്. കുറച്ചുകൂടി അൽഹംദുലില്ലാഹ് പറഞ്ഞില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും സാങ്കേതികമായിട്ടുള്ള ഇസ്ലാമിന്റെ പ്രയോഗങ്ങൾക്ക് അതിന്റെ ഭാഷാപരമായിട്ടുള്ള അർത്ഥവും അതുപോലെ സാങ്കേതികമായ അർത്ഥമുണ്ട് എന്നതിൽ ആർക്കും തന്നെ ഇല്ല. അപ്പൊ ഒന്നുകൊണ്ടും അൽമുദിൽ പറഞ്ഞില്ലേ, എന്ത് സലാത്ത് രണ്ട് നിലക്കുണ്ട്, ഭാഷാപരമായ അർത്ഥം അതുപോലെ തന്നെ സാങ്കേതികമായ അർത്ഥം. അൽഹംദുലില്ലാഹ് പറഞ്ഞു. അതുപോലെ തന്നെ ഹജ്ജിന് എന്ത് സാങ്കേതികമായ അർത്ഥമുണ്ട്, അതുപോലെ ഭാഷാപരമായിട്ട് അർത്ഥമുണ്ട്. അൽഹംദുലില്ലാഹ് പറഞ്ഞോളി. അതുപോലെ സകാത്തിന് അതേപോലെ തന്നെ സാങ്കേതികമായ അർത്ഥമുണ്ട്, ഭാഷാപരമായ അർത്ഥമുണ്ട്. അൽഹംദുലില്ലാഹ് വിളിക്കടി. ഇതിനൊന്നും പൊട്ടീസാക്കാതെ ഇവിടെ എന്താ കൃത്യമായി തന്നെ പറഞ്ഞിരുന്നു. ഇവിടെ അത്തരത്തിൽ ഭാഷാപരമായുള്ള പ്രയോഗമാണ് ഉദ്ദേശിക്കുന്നതിൽ ലാ മുശാഹത ഫിൽ ആസാമി ലാ മുശാഹത ഫിൽ ഇസ്തിലാ. അങ്ങനെ ആ ഒരു പ്രയോഗം നടത്തിയത് കൊണ്ട് എന്തില്ല, നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്താണ് നിങ്ങൾ ചെയ്യുന്ന കാര്യം? നിങ്ങൾ ചെയ്യുന്നു ഇഖ്തിറാഇൽ ഇബാദാത്ത്. ഏതുപോലെ നിങ്ങളിവിടെ ദിക്ർ ഹൽക്കകൾ നടത്തുന്നു, അതുപോലെ തന്നെ കൂട്ടമായിട്ടുള്ള മറ്റുള്ള ഡാൻസും റാത്തീബുകളും ഒക്കെ നടത്തുന്നു. അതിന് ഇമാം ഷാഫിയുടെയോ അതുപോലെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിന്റെയോ അതുപോലെ ഇസ്ര അബ്ദുസ്സലാം റളിയല്ലാഹുവിന്റെയോ ഒന്നും ഒരിക്കലും തന്നെ എന്തില്ല, പിന്തലം നിങ്ങൾക്കില്ല ഇൻഷാ അല്ലാഹ്. അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നു, നിങ്ങളുടെ വാദം പൊള്ളയാണെന്നും നിങ്ങൾ കൊണ്ടുവരുന്ന ബിദ്അത്ത് തന്നെയാണെന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ നിയമത്തിലേക്ക് പോകാം. കൃത്യമായിട്ട് തന്നെ ഇവിടെ ഇമാം ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് നമസ്കാര ശേഷം പ്രാർത്ഥിച്ചിട്ട് അത് മുഖം തുടക്കുന്നത് അത് ജാഹിലല്ലാതെ പ്രവർത്തിക്കുകയില്ല. നിങ്ങൾ കൊണ്ടുവരുന്ന ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാ തഖ്സീമുൽ ബിദ്അത്ത് നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, ആ തഖ്സീമുൽ ബിദ്അത്ത് കൊണ്ടുവരുന്ന ഇസ്ബിൻ അബ്ദുസ്സലാം പറയുന്നു, അങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുകയും എന്നിട്ടോ അത് മുഖം തുടക്കുകയും ചെയ്യുന്നത് ഇല്ല ജാഹിലുൻ, കൃത്യമായിട്ട് തന്നെ ജാഹിലല്ലാതെ എന്ത് ചെയ്യില്ല, അങ്ങനെ പ്രവർത്തിക്കുകയില്ല. ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇവിടെ നമസ്കാര ശേഷം കൈകൾ ഉയർത്തിയിട്ട് എന്നിട്ട് എന്ത് ചെയ്യുക, അത് മുഖം തുടക്കുന്നത് എങ്ങനെയാണ് അത് ജഹാലത്താകുന്നത് ആണ് എന്റെ ചോദ്യം. കാരണം നിങ്ങളുടെ വിശ്വാസപ്രകാരം നിങ്ങളുടെ പ്രവൃത്തി പ്രകാരമൊക്കെ ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് നിങ്ങൾ ആളാണ് നിങ്ങൾ പറയുന്നത്. ശരി, എങ്ങനെയാണ് ഈ പ്രവർത്തനം മക്രൂഹായിട്ടുള്ള ബിദ്അത്തിലേക്ക് പെടുകയും അതുപോലെ തന്നെ സുന്നത്തായിട്ടുള്ള പ്രവർത്തനത്തിൽ പെടാതിരിക്കുകയും ചെയ്യുന്നതിന്റെ മാനദണ്ഡം എന്ത് എന്നാണ് എന്റെ ചോദ്യം. കുറെ അൽഹംദുലില്ലാ അതുപോലെ തക്ബീർ ചൊല്ലിയ കാര്യമില്ല. കാരണം കൃത്യമായിട്ട് തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്നു ലാ മുശാഹത ഫിൽ ആസാമി. പക്ഷേ നിങ്ങൾ കൊണ്ടുവന്ന ഇഖ്തിറാൽ ഇബാദത്ത് ആണെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങൾ, നമസ്കാര ശേഷമുള്ള കൂട്ടപ്രാർത്ഥനകൾ, അതുപോലെ തന്നെ ഈ ദിക്ർ ഹൽക്കുകളൊക്കെ നിങ്ങൾ കൊണ്ടുവരുന്നുണ്ടല്ലോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് പറയുന്നു. അത് കൃത്യമായി തന്നെ നിങ്ങൾ ഈ പറയുന്ന പണ്ഡിതന്മാരും അതുപോലെ തന്നെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ് എല്ലാവരും പറയുന്നു അതൊക്കെ ബിദ്അത്ത് തന്നെയാണ്. അങ്ങനെ ചെയ്തു കൊണ്ടു കഴിഞ്ഞാൽ ലിഅന്നഹു നൗഉൻ മിൻ തഹരീഫിൽ കലമി അൻ മവാദിഇഹി. അപ്പോൾ ഇബ്നു അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് ഫത്വയിൽ നിന്നും കൈകൾ ഉയർത്തിയിട്ട് മുഖം തുടക്കുന്നത് അത് ജാഹിലുകളാണ് അത് ചെയ്യുന്നത് എന്ന് പറയുന്നു. അപ്പൊ ജാഹിലിന്റെ എങ്ങനെയാണ് ഈ ഒരു പ്രവർത്തനം സുന്നത്തായിട്ടുള്ള ഹസനത്തായിട്ടുള്ള ബിദ്അത്തിൽ പെടാതിരിക്കുകയും പിന്നെ വെറുക്കപ്പെട്ട ബിദ്അത്തിൽ പെടുകയും ചെയ്യുന്നത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നതാണ് എന്റെ മൂന്നാമത്തെ. നിഷ്പക്ഷരായ ആളുകളും മനസ്സിലാക്കട്ടെ, എന്താണ് ഇപ്പൊ ചർച്ച? വ്യവസ്ഥ എന്തായിരുന്നു? ഇപ്പൊ വ്യവസ്ഥയിൽ ഒതുങ്ങി നിൽക്കാൻ സുഹൈൽ എന്തുകൊണ്ട് ധൈര്യമില്ല? എന്തുകൊണ്ട് അദ്ദേഹം വ്യവസ്ഥാപിതമായി ഒരു ചർച്ചാന്നൊക്കെ പറഞ്ഞ് വ്യവസ്ഥയൊക്കെ എഴുതിയിട്ട് എന്തുകൊണ്ട് വ്യവസ്ഥയിൽ നിന്ന് ഓടിക്കളയുന്നു? വ്യവസ്ഥ എന്താ? നിങ്ങളുടെ ഹസന സയ്യിഅ എന്ന വിഭജനം ശരിയല്ല, അത് പൊളിച്ചടക്കി. ആരെക്കൊണ്ട്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ കൃത്യമായ ഇബാറത്ത് കൊണ്ട് അത് പൊളിച്ചടക്കി. അത് ഇബ്നു തൈമിയ്യ വരെ ഉദ്ധരിക്കുകയും ചെയ്തു. അതാണ്. എന്നിട്ട് അതിൽ നിന്ന് ഇപ്പൊ ഫർഇയ്യായ ഓരോ ജുസ്ഇയ്യാത്തിലേക്ക് ചർച്ചയ്ക്ക് പോവാണ്. എന്തുണ്ട് ആ വിഷയത്തിൽ പറയാൻ? അതൊക്കെ മൂപ്പര് പറയുന്നത് അദ്ദേഹം പറയാം അത് ഭാഷാപരമായിട്ടുള്ളതല്ലേ. ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അതാ പറഞ്ഞത് മാ ഉഹദിസ ബിഗൈരി മിസാലിൻ സാബിഖിൻ, ഒരു മുൻ മാതൃകയില്ലാതെ പുതുതാക്കപ്പെടുന്ന എല്ലാം ഭാഷാപരമായ ബിദ്അത്താണ്.
ശർഈയായ ബിദ്അത്ത് ഉറപ്പല്ലേ? അത് നിങ്ങൾ ഇബ്നു തൈമിയ പറഞ്ഞു തൊടാൻ കഴിയുന്നുണ്ടോ? ഇബ്നു തൈമിയ പറഞ്ഞു അതിന് ശർഈയായ ഒരു ദലീലുമില്ലാത്ത കാര്യമാണ് ശർഈയായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ. അത് നരകത്തിലേക്ക് തന്നെയാണ്, തർക്കമില്ല. അതാണ് ഇമാം ഷാഫി തങ്ങളും ബാക്കിയുള്ള ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങളും റളിയല്ലാഹു അൻഹുമ എല്ലാവരും പറഞ്ഞത്. മുൻ മാതൃകയില്ലാതെ ഇവിടെ ഉണ്ടാകപ്പെടുന്ന കാര്യം എന്തേ? നിങ്ങൾ സമ്മേളനങ്ങൾ എന്തിനു സമ്മേളനം നടത്തുന്നത്? ബിദ്അത്തല്ലേ? എന്റെ വലാലത്ത് നരകത്തിലേക്കുള്ളതല്ല. എന്തിനാ ബിദ്അത്ത്? ഇപ്പൊ എന്തിനാ വാട്സപ്പ് കൂടി സംസാരിക്കുന്നത്? ബിദ്അത്തല്ലേ? അല്ലേ? നിങ്ങൾ ഓരോ മഹാന്മാരെ പറ്റി തഹ്ലിയത്ത് ചെല്ലാറുണ്ട്, ബിദ്അത്തല്ലേ? സലഫി ഫസ്റ്റ് ഇയർത്തിൽ ബിദ്അത്ത്, ഇതൊക്കെ ബിദ്അത്തല്ലേ? എല്ലാ ബിദ്അത്തും വലാല. അവിടെയാണ് നാം പറയുന്നത് കുല്ലു ബിദ്അത്തുൻ വലാല എന്ന് പറഞ്ഞാൽ അത് ആമുൻ മഖ്സൂസാണ്. എന്ത് ആമു മഖ്സൂസ്? എന്ത് ആമുൻ മഖ്സൂസാണ്? അതിന്റെ വ്യാപകാർത്ഥത്തെ ചുരുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ വലാലത്താന്ന് പറഞ്ഞാൽ അത് ശർഈയായ ഖുർആനോട് സുന്നത്തിനോട് ഇജ്മാഇനോ ഖിയാസിനോട് എതിരായതാണ്. എതിരാവാത്ത എന്തെല്ലാം വിഷയങ്ങൾ ഓരോ ദിനം പ്രതി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ നരകത്തിലേക്കാണെന്നാണോ പറയുന്നത്? അവിടെ നിന്ന് ചർച്ച ചെയ്യും സുഹൈൽ, അവിടെ നിന്ന് ചർച്ച ചെയ്യും. ബിദ്അത്ത് ഹസന സയ്യിഅ എന്ന ഖിസ്മ് ശരിയല്ല എന്ന് അവിടെ നിൽക്ക്. എന്താ അവിടെ നിന്ന് ഒഴിച്ചുവിടുന്നത്? അവിടെ നിന്ന് ചർച്ച ചെയ്യും. പിന്നെ നിങ്ങൾ ഇന്ന് നടത്തുന്നത് ദിക്ർ ഹൽക്കാണ്. ദിക്ർ ഹൽക്കുണ്ടല്ലോ, അത് കുറുക്കും എന്ന് അള്ളാഹു തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്, ആയത്തുണ്ട്. അവിടെ നിങ്ങൾ കൂട്ടമായിട്ട് ചെല്ലാൻ പാടില്ല എന്ന് ഒരു മുഫസ്സിറും പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ കൂട്ടുപ്രാർത്ഥന അമ്മിനും ഞാൻ ദുആ ചെയ്യുമ്പോൾ നിങ്ങൾ ആമീൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സയ്യാദിസം ഞാൻ അതിലേക്കൊന്നും കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. കൂട്ടുപ്രാർത്ഥനയല്ല അവിടെ ചർച്ച, സ്വലാത്തു റായിബല്ല, മുഖം തടവുന്നതല്ല ചർച്ച. അതൊക്കെ വേണമെങ്കിൽ വേറെ ചർച്ച ചെയ്തോ, അതിനൊക്കെ ഞാൻ റെഡിയാണ്. ഇപ്പോൾ എഴുതിയ വ്യവസ്ഥ ബിദ്അത്ത് ഹസന സയ്യിഅ എന്ന തഖ്സീം ശരിയല്ല എന്നതാണ്. അതിവിടെ പൊളിച്ചടക്കിയിട്ടുണ്ട്. ഷാഫി ഇമാമിന്റെ ഖൗല് മാത്രം അത് ഇബ്നു തൈമിയ ഉദ്ധരിക്കുകയും കൂടി ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട്? അപ്പൊ ഭാഷ എന്നാ അങ്ങനെ പറയും, ഭാഷാപരമായിട്ട് പിന്നെ തഖ്സീം പറ്റുമെങ്കിൽ അതും കൂടി പറ. നമ്മുടെ തർക്കം ഭാഷാപരമായിട്ട് തന്നെയാണ്. ശർഈയായ ബിദ്അത്തിൽ തർക്കമേ ഇല്ല. അത് മദ്മൂമാണ്, നരകത്തിലേക്കുള്ളത് തന്നെയാണ്. എന്താണ് ലോകത്ത് മൂപ്പര് മനസ്സിലാക്കി? ഭാഷാപരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. അവിടെ പേസ്റ്റ് സുഹൈലേ, അതൊക്കെ ശരിക്കും ഓതിപ്പടിക്കണം. ഊതിപ്പടിച്ചാൽ കിട്ടൂല, മനസ്സിലായിട്ടോ? ഓതിപ്പടിക്കണം. അതിന് ഭാഷാപരമായ ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ മുൻമാതൃകയില്ലാത്ത പല കാര്യങ്ങളും പുതുതായി വരും. അതിന് ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസിനോട് യോജിപ്പുണ്ടോ? ഇല്ലേ? യോജിപ്പുണ്ടെങ്കിൽ അത് മംദൂഹയാണ്, യോജിപ്പില്ലെങ്കിലോ അത് മദ്മൂമയാണ്. ഇത് അടിസ്ഥാന തത്വം മനസ്സിലാക്കുന്നതിൽ മുജാഹിദ് പ്രസ്ഥാനം പിഴച്ചുപോയി. അല്ലെങ്കിൽ നിങ്ങൾ മറുപടി പറയണം. നിങ്ങൾ ഇന്ന് കാട്ടിക്കൂട്ടുന്ന എല്ലാ ബിദ്അത്തുകളും അതൊക്കെ മദ്മൂമാണോ? നിങ്ങൾ കുല്ല് ബിദ്അത്ത് എന്നല്ല പറഞ്ഞത്, അതൊക്കെ നരകത്തിലേക്കുള്ളതാണോ? ആണോ അല്ലേ? ഇത് മറുപടിയിലൂടെയുള്ള ചോദ്യമാണ്. മനസ്സിലായോ? മുഖം തടവുന്നതിന്റെ ഹദീസ് ഉണ്ട്, അതൊന്നും ഞാനിപ്പോ ചർച്ച ചെയ്യുന്നില്ല. അതിൽ ഇസുദ്ദീൻ അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞു? അതല്ല ഇവിടെ ചർച്ച അതല്ല. ഇസുദ്ദീൻ അബ്ദുസ്സലാം തങ്ങൾ ബിദ്അത്തിനെ ഖിസ്മാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് പേര് പറ്റിയോ? പിന്നെ ഷാത്തിബിയുടെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഷാത്തിബി ഒരൊറ്റപ്പെട്ട ഒരാൾ മാത്രമാണ്. അത് കൂട്ടുപ്രാർത്ഥന പല വിഷയങ്ങളിൽ അദ്ദേഹത്തിന് അഹ്ലു സുന്നയുടെ വാദത്തോട് എതിരുണ്ട്. അതല്ലാതെ ഒരു വാറവല പോലും നിങ്ങൾക്ക്, ഒരു വാറവലയില്ലാതെ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് ഉച്ചരിക്കാൻ ഇവിടെ സാധിക്കും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലുഗ്വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭാഷാപരമായിട്ടുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറയണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തറിയോ? ശരീഅത്തിൽ എന്തില്ല? കൂട്ടിച്ചേർക്കാൻ, ദീനിൽ കൂട്ടിച്ചേർക്കാൻ പാടില്ല. അൽഹംദുലില്ലാ. കാരണം എന്താണെന്നറിയോ? നിങ്ങളുടെ പണ്ഡിതനായിട്ട് അബ്ദുല്ലാ അൽ ഹുമാരി അദ്ദേഹം കൃത്യമായി അൽബാനി റഹ്മത്തുള്ളാഹി ഒരു ഗ്രന്ഥം ഇറക്കിയിരുന്നു, റഫ്ഉൽ മനാന എന്ന് പറയുന്ന ഗ്രന്ഥം. എന്നിട്ടോ ആ ഗ്രന്ഥത്തിൽ കൃത്യമായിട്ട് തന്നെ ശറഇന്റെ അടിസ്ഥാനത്തിൽ തന്നെ എന്തുണ്ട്? ബിദ്അത്ത് നല്ലതുമുണ്ട്, ചീത്തന് ഷറഇന്റെ ലോയായിട്ടില്ല, ഷറഇന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കൃത്യമായി തന്നെ അൽബാനി റഹ്മത്തുള്ളാഹി ശിഷ്യന്മാരൊക്കെ അതിന് ഗ്രന്ഥം എഴുതി, ഹദമുൽ മനാറ. ആ ഹദം, ആ റഫ്ഉൽ മനാറയെ പൊളിച്ചു തന്നതിൽ അൽഹംദുലില്ലാ ഷാഫി ഹസന് അഭിനന്ദനങ്ങൾ. നിങ്ങളുടെ വാദം അഥവാ അബ്ദുല്ലാ ഖുമാരിയുടെ വാദം പൊളിച്ചു തന്നതിൽ അൽഹംദുലില്ലാ 1000 അഭിനന്ദനം. ഷാഫി റഹ്മത്തുള്ളാഹി തഖ്സീമിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, കൃത്യമായിട്ട് തന്നെ ജാമിഉൽ ഉലൂം വൽ ഹിക്കമിന്റെ ഇബാറത്ത് എടുത്തുകൊണ്ട് തന്നെ എന്റെ വിഷയാദത്തിൽ പറഞ്ഞിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നറിയോ? വമുറാദ് ശാഫിഈ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വഇന്നമാ ഹിയ ബിദ്അത്തുൽ ലുഗതൻ ലാ ശർഅ, ഭാഷാപരമായിട്ടുള്ള പ്രയോഗം മാത്രമാണ്. അതല്ലേ ദീനിൽ ഒരു ഇബാദത്തുകൾ ഉണ്ടാക്കാനുള്ള എന്തല്ല, ഒരു ലൈസൻസ് അല്ല. അതുകൊണ്ടാണ് ചോദിച്ചത് എന്ത്?
എന്തിനടിസ്ഥാനത്തിലാണ് ബിദഅത്തായത്? അതുകൊണ്ടാണ് ചോദിച്ചത്, എന്ത് നമസ്കാരം ശേഷം കൈകൾ എത്തിയിട്ട് അതുപോലെ തന്നെ മുഖം തുടച്ചു കഴിഞ്ഞാൽ ബിദഅത്താണെന്ന് ഇസ്ലാം പറഞ്ഞിരിക്കുന്നു. മറുപടിയില്ല. മൂന്നാമത്തെ ചോദ്യം നാലാമത്തെ ചോദ്യം ഞാൻ ചോദിക്കുന്നു. ഇസ്ലാം റഹിമഹുള്ള ചോദ്യത്തെ തൊടുന്നില്ല, സ്വലാത്ത് റഗായിബ് തൊടുന്നില്ല. ഇമാം ഷാഫി റഹിമഹുള്ള തന്നെ കൃത്യമായി തവാഫ് ചെയ്യുമ്പോൾ 2 തൂണുകൾ മാത്രമേ തൊടാൻ പാടുകയുള്ളൂ, അതല്ലാതെ തൊടുത്തു കഴിഞ്ഞാൽ അത് വിരോധിക്കപ്പെട്ട കാര്യമാണ് എന്നതിനും തൊടുന്നില്ല. അതുകൊണ്ട് തന്നെ പറയാനുള്ളത്, നിങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഇവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എന്റെ നാലാമത്തെ ചോദ്യം കൃത്യമായി തന്നെ ജുമാ ഖുത്ബയിൽ സഹാബികളുടെ പേര് ഉദ്ധരിക്കുന്നത് സിക്റു സഹാബത്തി വൽ ഖുലഫാഇ വസ്സലാത്തീൻ ബിദ്അത്തുൻ ഗൈറ മഹ്ബൂബ, അത് കൃത്യമായിട്ട് തന്നെ എന്താണ്, നല്ല ബിദ്അത്തല്ല, മറിച്ച് മോശപ്പെട്ട ബിദ്അത്താണ് എന്ന് ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹിന്റെ ഫതാവയിൽ പറയുന്നു. ചോദിക്കട്ടെ, ഏത് അടിസ്ഥാനത്തിലാണ് ഇത് എന്താകുന്നത്, ബിദ്അത്താകുന്നത്? എങ്ങനെയാണ് ഇസ്ബിൻ അബ്ദുസ്സലാം റഹിമഹുല്ലാഹ് അത് ബിദ്അത്താകുന്നതും അത് മോശപ്പെട്ട ബിദ്അത്താകുന്നതും എങ്ങനെയാണ് നിങ്ങൾക്ക് സുന്നത്താകുന്നതും? അവർ മനസ്സിലാക്കി ഖുർആൻ ഏത്, നിങ്ങൾ മനസ്സിലാക്കി ഖുർആൻ ഏത്? അവർ മനസ്സിലാക്കി ഹദീസ് ഏത്, നിങ്ങൾ മനസ്സിലാക്കി ഹദീസ് ഏത്? പറഞ്ഞു കൊടുക്കണം. കാരണം നിങ്ങൾ ഈ പണ്ഡിതന്മാരുടെ ഇബാറത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കുത്തുറാത്തിയും അതുപോലെ തന്നെ നായി സ്വലാത്ത് നമുക്ക് വെച്ചെടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന വിദ്യാർത്ഥിന് ലൈസൻസ് ഉണ്ടാക്കാൻ ഇവരുടെ വാക്കുകൾ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഒരിക്കലും തന്നെ അവരുടെ വാക്കുകളുടെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പറയൂ. ഇമാം ഇബ്നു റഹ്മത്തുള്ളാഹി ഫത്വയിൽ കൃത്യമായി തന്നെ ജുമാ ഖുത്ബയിൽ സഹാബികളുടെ പേരിലും അതുപോലെ തന്നെ ഖുലഫാ റാഷിദീന്റെ പേരിലും അതുപോലെ തന്നെ പണ്ഡിതന്മാരും അതുപോലെ സുൽത്താനുകളുടെ പേരിലും ഒക്കെ അവർ ആ രീതിയിൽ പരാമർശിക്കുന്നത് എന്താണ്? ബിദ്അത്തുൻ ഗൈറ മഹ്ബൂബ, ഒരിക്കലും തന്നെ നല്ല ബിദ്അത്തല്ല. പറയൂ, ഏത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ എതിരാണ്, ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ എതിരാണ്? കണ്ടില്ലേ സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു സാധാ ശ്രോതാവ് ചാവേറായി വന്ന് ഇവിടെ നിന്ന് പറഞ്ഞു. എന്ത്? ഇവിടെ തെളിഞ്ഞു കഴിഞ്ഞു. ഇവിടെ വിഷയം ബിദ്അത്ത് ഹസന സയ്യിഅ ഉണ്ടോ ഇല്ലേ ഇല്ല എന്നതാണ് മുജാഹിദ് വിഭാഗത്തിന്റെ വാദം. അത് അവര് തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്, വിജയിച്ചു കഴിഞ്ഞു സംവാദം. ഇവിടെ അദ്ദേഹം റിമൂവ് ചെയ്യപ്പെട്ടാലും കുഴപ്പമില്ല. ഈ ഓരോ ഫർഇയ്യ ജുസ്ഇയ്യാത്തിലേക്ക് കടക്കുക. സലാത്ത് തറഗീബ് ഉണ്ടോ, അതുപോലെ തന്നെ ഖുത്ബയിൽ ചെല്ലാൻ പറ്റുമോ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഉണ്ടോ അല്ലേ, അത് സമ്മതിച്ചോ? അതിന് ഇബ്നു തൈമിയ്യയുടെ ഇബാറത്ത് വരെ ഞാൻ ഉദ്ധരിച്ചു. പിന്നെ മൂപ്പര് വരെ അത് ഭാഷാപരമായിട്ടല്ലേ. എന്താണ് സുഹൈൽ, ഒന്ന് ചിന്തിച്ച് സംസാരിക്കണം. പറയുന്നതിന് മുമ്പ് ഞാൻ എന്താണ് പറയുന്നത് എന്ന് ആദ്യം ചിന്തിക്കും. എന്താ ലോകത്തിൽ എന്താണ് ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ? അതാ പറഞ്ഞത്, മാ ഉഹ്ദിസ ബിഗൈരി മിസാലിൻ സാബിഖിൻ, മുൻ മാതൃകയില്ലാത്തതൊക്കെ ലോകത്തിൽ പറയും. മുൻ മാതൃകയില്ലാത്തത് എന്തെല്ലാം ഇവിടെ നടക്കുന്നു, എന്തെല്ലാം ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ മാത്രം ചെയ്യുന്ന ബിദ്അത്തുകൾ അതൊക്കെ നരകത്തിലേക്കുള്ളതാണെന്നാണോ നിങ്ങളുടെ വാദം? ആണോ അല്ലേ? എന്തോ മുണ്ടാൻ കഴിയൂല. അതുകൊണ്ട് ബിദ്അത്ത് ലുഗവി തന്നെയാണ് തഖ്സീമാകുന്നത്, അതിൽ സംശയമില്ല. അത് ആരാ പറഞ്ഞത്? ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു, ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം റളിയല്ലാഹു അൻഹു, പിന്നെ മൂപ്പര് പറയാ, പിന്നെ ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ ഇബ്നു അബ്ദുസ്സലാം തങ്ങൾ ഖുത്ബയിൽ ഉലാത്തുൽ മുസ്ലിമീനും ജുയൂഷിനും ദുആ ചെയ്യുന്നത് ബിദ്അത്താണ്, ഗൈറു മദ്മൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവിടെ നിൽക്കട്ടെ, ചർച്ച ചെയ്യാം. അതിന് കൃത്യമായിട്ട് തുഹ്ഫ 2449 മറുപടി പറഞ്ഞിട്ടുണ്ട്. വൈസന്റെ ദുആ തുടങ്ങിയിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത് അറിയാത്തത് കൊണ്ടല്ല, പക്ഷെ ഷാഫിക്ക് ഒരു സ്വഭാവമുണ്ട്. വ്യവസ്ഥ എഴുതിയാൽ അത് തന്നെ, നിങ്ങളെ മാതിരി വ്യവസ്ഥ എഴുതിയാൽ ഓരോന്നിലേക്കും കടക്കൂല. ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ള തീരുമാനമാകണം. പ്രധാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു മുസ്ലിമിലെ ഹദീസ്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന, ഒരാൾ ഇസ്ലാമിൽ പുതിയ ചര്യ ഉണ്ടാക്കിയാൽ, ഈ ഹദീസിനെ വിശദീകരിച്ച് പറഞ്ഞതെന്താ? ഇതിലുണ്ട്, ഈ ഹദീസിലുണ്ട്, ഫീഹി അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ തുടങ്ങുക, മുൻപില്ലാത്ത നല്ല കാര്യങ്ങൾ തുടങ്ങുന്നതിൽ പ്രേരണയുണ്ട്. വസന്നി സുനനിൽ ഹസനാത്തി, നല്ല കാര്യങ്ങൾ നല്ല ചര്യങ്ങൾ ഉണ്ടാക്കുക, അതിൽ പ്രേരണയുണ്ട് എന്നാ പറയുന്നത്. നിങ്ങൾക്ക് ഈ ഹദീസ് തൊടാൻ കഴിയോ? ഷാഫി ഇമാമ് മംദുഹ മദ്മൂമാൻ തഖ്സീം ചെയ്ത് തൊടാൻ കഴിയോ? പോകട്ടെ, നിങ്ങളുടെ ആചാര്യൻ ഇബ്നു തൈമിയ്യ നിങ്ങൾക്ക് തൊടാൻ കഴിയോ? ഒരാളെയും തൊടാൻ കഴിയൂല. എന്ന് മാത്രമല്ല, ഇമാമിങ്ങൾ എഴുതി വെച്ചില്ലേ, യോലമു മിമ്മാ സബഖ അന്നൽ ഉലമാ മുത്തഫിഖൂന അലാ അഖ്സാമിൽ ബിദ്അ, ബിദ്അത്ത് ഖിസ്മുണ്ട് എന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ട്. ഇജ്മാ ഉണ്ട്. ഇത് ഉസൂലും അറിയില്ല, ഫുറുഇയ്യും അറിയില്ല, ഒന്നും അറിയാതെ വന്നിട്ട് എന്തെങ്കിലും ആദ്യം പഠിച്ചു വെച്ച റെഡിമെയ്ഡ് ഇവിടെ ഒന്ന് പാടൽ ഞങ്ങളെ മുമ്പിൽ നടക്കൂല.
അഹ്ലുസുന്നയുടെ മുമ്പിൽ നടക്കൂല, അത് നിങ്ങൾക്ക് ആരുമില്ലാത്ത ഓഫീസ് റൂമിലേ നടക്കുള്ളൂ സുഹൈലെ. അതുകൊണ്ട് വ്യക്തമായി ഞാൻ പറയുന്നു, വിഷയത്തിൽ നിന്ന് തെന്നി മാറൂല. ഖുത്ബയിൽ അങ്ങനെ ചെല്ലാൻ പറ്റൂലേ? അടുത്ത വ്യവസ്ഥ ഇരിക്കോ, മറ്റന്നാളായിക്കോട്ടെ, നടക്കാം. അതുപോലെ തന്നെ സലാത്തുൽ റാഹായി പറ്റൂല, എഴുതിയ വ്യവസ്ഥ ഇമാമിങ്ങൾക്കിടയിലുള്ള ഓരോ വിഷയങ്ങൾ എടുത്ത് ചർച്ച ചെയ്യാനല്ല ഇപ്പൊ വ്യവസ്ഥ എഴുതിയത് ഹസന സയ്യിഅ പറ്റൂലേ, ലോകത്തിൽ പറ്റുമെന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചു. അത് തന്നെയാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം. ശർഇയ്യ അത് ബിദ്അത്ത് മദ്മൂമയാണ്, അത് നരകത്തിലേക്കുള്ളത് തന്നെയാണ് എന്ന് ഞാനല്ല, നിങ്ങളുടെ ഇബ്നു തൈമിയ്യ വരെ പറഞ്ഞു. അതെല്ലാവരും പറഞ്ഞതാ. അതുകൊണ്ട് എല്ലാം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ട്. അൽഹംദുലില്ലാഹ്. അത് പ്രകാരം ഈ ശ്രോതാക്കളെ മനസ്സിലാക്കട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ഈ തറാവീഹ് പുതുതാക്കിയില്ലേ, അത് ലൊഹദിയ ബിദ്അത്ത് എന്നാണ് ഇമാമിങ്ങൾ എഴുതി വെച്ചത്. അത് തന്നെയാണ് നമ്മുടെയും വിശ്വാസം, ലൊഹദിയ ബിദ്അത്താണ്. 20 റക്അത്ത് ഒരു ഇമാമിന്റെ കീഴിൽ ഉണ്ടാക്കിയത് ലൊഹദിയ ബിദ്അത്താണ്, ലൊഹദിയ ബിദ്അത്തല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ മൗലിദ് നബിദിനാഘോഷം അത് ലൊഹദിയ ബിദ്അത്താണ്. എന്തുകൊണ്ട് ലൊഹദിയ ബിദ്അത്ത് എന്താണെന്ന് പഠിക്കണം. മുൻപില്ലാത്ത കാര്യം 2 രൂപത്തിലുണ്ടാവും. മുമ്പില്ലാത്ത തോന്നിവാസം, സിനിമ, സീരിയൽ അതൊക്കെ ഇന്നുണ്ട്, മുമ്പില്ല റസൂലുള്ളാഹിന്റെ കാലത്തില്ല. അതുപോലെ മുമ്പുള്ള നല്ല കാര്യങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. അതിൽപ്പെട്ടതാണ് ഇപ്പം ഞാൻ വാട്സപ്പ് സംവിധാനം, ഇതിൽ ഞാൻ നല്ല കാര്യമാണ് പറയുന്നത്. അതുകൊണ്ട് ഇത് ഹസനത്താണ്, ബിദ്അത്ത് ഹസനത്താണ്. ഇത് മനസ്സിലാക്കാൻ ഒരു ഐൻസ്റ്റീന്റെ ബുദ്ധി വേണോ? ഒരു സാമാന്യ വിശേഷ ബുദ്ധിയുള്ള ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് അല്പം ബുദ്ധിയുള്ള സർവ്വാളുകളും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു ബുദ്ധിയില്ലാത്ത ആളുകളെ ഇതിൽ പെടുള്ളൂ. മുജാഹിദ് സ്ഥാനത്തിൽ ഭാഷയിലിപ്പോ വിളിക്ക് ദുആ എന്ന് പറയാം, അതുപോലെ തന്നെ കല്യാണത്തിന് ക്ഷണിക്കുന്നതും ദുആ എന്ന് പറയാം, അതുപോലെ തന്നെ സലാത്ത് എന്നുള്ളത് പലതരത്തിലും എന്ന പ്രാർത്ഥനയ്ക്കും സലാത്ത് എന്ന് പറയാം. ഇവിടെ ഭാഷാപരമായുള്ള ചർച്ചയല്ല. ഇവിടെ ഒരു കാര്യം ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നിരൂപാധികമായിട്ട് ബിദ്അത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേവലം ശർഇന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബിദ്അത്തും വലാലത്ത് തന്നെ എങ്കിൽ ഇനി എന്തെങ്കിലും തരത്തിൽ ഭാഷാപരമായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അതിന് ഖൈദ് കൊടുക്കണം. ഖൈദ് ഇവിടെ കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിരൂപാധികമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബിദ്അത്തുൻ ശർഇന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ബിദ്അത്തുകളും കുല്ലു ബിദ്അത്തിൻ ളലാല. ചോദ്യങ്ങൾക്ക് തൊടുന്നില്ല. ഇസ്നദ് ഇസ്ലാം റഹിമഹുല്ലാ സലാത്തുർ റഗായിബ് എന്തിരുന്നു അദ്ദേഹം അത് ബിദ്അത്താണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ മുഖം തുറക്കുന്നവൻ ജാഹിലാണെന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഖുലഫാ റാഷിദീങ്ങളുടെ തർലിയത്ത്, അതുപോലെ തന്നെ ആ രീതിയിലൊക്കെ ജുമാ ഖുതുബയിൽ പറയുന്നത് അവർ പേര് ഉദ്ധരിക്കുന്നത് അതൊക്കെ ബിദ്അത്താണ്, മോശപ്പെട്ട ബിദ്അത്താണ്. ഏത് ഖുർആനിന്റെയും ഏത് ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ ഇത് ബിദ്അത്തും അത് മഹ്മൂദ് അല്ലാതെ ബിദ്അ മക്റൂഹ് എന്നുള്ളത് പറഞ്ഞതിൽ ചോദിച്ചിട്ട് ഇതുവരെ ഉത്തരമില്ല. അഞ്ചാമത്തെ ചോദ്യത്തിന് അവസരം, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന എന്ന് പറഞ്ഞ സുന്നത്ത് ബിദ്അത്ത് എന്നാണോ? മൻ സന്ന ബിദ്അത്ത് എന്നാണോ സുന്നത്ത് എന്നാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയാനുള്ള സാഹചര്യം ഏത്? അതുപോലെ തന്നെ ഇതിന്റെ അടിസ്ഥാനത്തിലൊക്കെ നിങ്ങളെ കുത്തുറാത്തിയും അതുപോലെ തന്നെ മറ്റുള്ള നായി സലാത്തും അതുപോലെ തന്നെ നിങ്ങളുടെ ഡാൻസും പാട്ടും കൂത്തൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് ഈ പറയുന്ന കൂട്ടത്തിൽ മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നതൻ ഹസന എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പെടുക? പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഇമാം നവവി റഹിമഹുല്ലാ ഇത് ഈ തഖ്സീം അത് ഭാഷാപരമായിട്ടുള്ള ശർഇൽ തന്നെ പെട്ട കാര്യമായിട്ടാണ് ഈ ഹദീസിന്റെ വിശദീകരണം പറഞ്ഞത്, അതും പറയണം. ഇനി ഇമാം നവവി റഹിമഹുല്ലാ നിങ്ങൾ ഉദ്ദേശിച്ചത്, ഇമാം നവവി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ-അദ്കാറിൽ പറയുന്നു അദ്ദേഹം ഉദുർക്കുന്ന സന്ദർഭത്തിൽ അതുപോലെ തന്നെ കൈകളും അതുപോലെ കാലുകളും പറയുന്ന ആ പ്രാർത്ഥന ഞാൻ അത് ഒഴിവാക്കിയിരിക്കുന്നു. കാരണം അതിന് അടിസ്ഥാനമില്ല. ഏത് ഖുർആനിന്റെയും ഏത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഇമാം നവവി റഹിമഹുല്ലാ ഈ പ്രാർത്ഥനകൾ ഒഴിവാക്കിയത്? മറുപടി പറയണം. അപ്പൊ എന്റെ ചോദ്യം, മൻ സന്ന ഫിൽ ഇസ്ലാം സുന്നത്തുൻ ഹസന എന്നുള്ളത് ബിദ്അത്ത് ഉണ്ടാക്കാനുള്ള ആരാ പറഞ്ഞെന്നുള്ളത് ഒന്ന്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറയാനുള്ള സാഹചര്യം രണ്ട്. മൂന്നാൾ ഇമാം നവവി റഹിമഹുല്ലാ തന്നെ വുളു കഴുകുന്ന അവസരത്തിലൊക്കെ പ്രത്യേകം പ്രാർത്ഥനകൾ പറയുന്നത് ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രാർത്ഥനകൾ ഒഴിവാക്കിയത്? കാരണം പ്രാർത്ഥന എപ്പോഴും പറ്റില്ലോ, പക്ഷെ എന്തുകൊണ്ടാണ് കൈകൾ കഴുകുമ്പോഴും അതുപോലെ തന്നെ അവയവങ്ങൾ കഴുകുമ്പോഴൊക്കെ ആ പ്രാർത്ഥന ഒഴിവാക്കിയത്? ഏത് അടിസ്ഥാനത്തിലാണ്? എന്തുകൊണ്ടാണ് അത് ബിദ്അ മഹ്മൂദയിൽ പെടാതെ ബിദ്അ മക്റൂഹിൽ പെട്ടത്? പറഞ്ഞു കൊടുക്കെല്ലാവർക്കും. എന്നോട് ചോദിക്കാം, ഇൻഷാ അല്ലാഹ് 7 അവസരങ്ങളാണല്ലോ, 7 അല്ല 70 അവസരങ്ങൾ ഉണ്ടായാലും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാം, ഇഷ്ടം പോലെ ചോദിക്കാം. പക്ഷെ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അത് പൊന്നുമോൻ എന്ത് ചെയ്യുക, അതിന് മറുപടി അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഫ് മറ.
എന്തുണ്ടായിപ്പോ? അദ്ദേഹത്തിന്റെ സ്വഹീലിന്റെ മൗലവിയുടെ വാദം മൂപ്പര് തന്നെ പൊളിച്ചു. അദ്ദേഹം ഇങ്ങനെ പറയാ, അസുദ്ദീൻ അബ്ദുസലാം പറഞ്ഞിട്ടുണ്ട് ഖുതുബയിൽ ഉലാത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് ബിദഅത്തുൽ ഗൈർ മദ്മൂമയാണ്, ബിദഅത്തുൽ മദ്മൂമയാണ്. അപ്പൊ എന്തായി? ബിദഅത്തുൽ ഉണ്ട്, ബിദഅത്തുൽ മദ്മൂമയാണത്. മൂപ്പരുടെ വാദം മൂപ്പര് തന്നെ സമ്മതിച്ചു, ഇവിടെ പൊളിച്ചടക്കി. അതെല്ലാം മൂലം ഇവിടുത്തെ ചർച്ച വിഷയം ബിദഅത്ത് മദ്മൂമ മംദൂഹ അതുണ്ടോ ഇല്ലാന്ന ചർച്ച. അപ്പൊ നിങ്ങൾ ഖിസ്മ് 2 ഉണ്ട്, പക്ഷെ ഇതിങ്ങനാണെന്ന് സമ്മതിച്ചു അല്ലെ? അതുപോലെ തന്നെ ഇപ്പൊ ഉപരി പറയാ വുദൂഇൽ, അതാ ഇപ്പോഴുള്ള ചോദ്യം അതാ, വുദൂഇൽ ദുആ അല്ലാഹ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് അതൊക്കെ നമുക്ക് ഹിഫ്ളുണ്ട്, ഇതില അസ്ലലഹ എന്ന് നബിയമ്മ പറഞ്ഞിട്ടുണ്ട് അത്രേ. അതും ഇതായിട്ട് എന്ത് ബന്ധാള്, എന്ത് ബന്ധാ അതുമായിട്ടുള്ളത്? പിന്നെ മൂപ്പര് പറയുന്നു കുല്ലു ബിദ്അത്തുൻ ദലാല, ഇപ്പോഴും പറയാണ്. മനസ്സിലാകണ്ട, ഇവർക്ക് ലഹും ഖുലൂബുൻ ലാ യസ്മഊന ബിഹാ, ശ്രദ്ധിച്ച് കേൾക്കാനുള്ള കാതുകൾ കൊടുത്തിട്ടില്ല. അതുകൊണ്ടല്ലേ ഈ പ്രസ്ഥാനത്തിൽ ആയിപ്പോയത്. അഹ്ലുസുന്നയുടെ വാദം പണ്ഡിതന്മാരുടെ ഔലിയാക്കളുടെ കറാമത്ത് കൊണ്ട് അവരുടെ വ്യവസ്ഥ, അവരുടെ വാദം സുഹൈലിന്റെ നാവ് കൊണ്ട് തന്നെ പൊളിച്ചു. അവൻ പറഞ്ഞില്ല അത് ബിദഅത്തുൻ മദ്മൂമയാണ്. അപ്പൊ ബിദഅത്ത് 2 ഉണ്ടെന്നല്ല അതിന്റെ അർത്ഥം. എന്തൊരു കഷ്ടമാണ് റബ്ബേ. പറയുന്നു കുല്ലു ബിദ്അത്തുൻ ദലാല, എല്ലാ ബിദ്അത്തും ദലാലത്താണ്. ഇത് പറയുമ്പോൾ ഒന്നും ചിന്തിക്കുന്നില്ല. ഇപ്പൊ എന്തെല്ലാം കാര്യം പുതുതായി ഈ മുജാഹിദ് പ്രസ്ഥാനം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സലഫി ഫസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയില്ലേ, ഞങ്ങൾ സ്കൂൾ ഉണ്ടാക്കിയില്ലേ, ഞങ്ങൾ സാൽവേഷൻ നടത്തിയില്ല, അതൊന്നും ചിന്തിക്കുന്നില്ല. അങ്ങ് വിളിച്ചു പറയുക തന്നെയാണ്. അവര് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നുണ്ട്, അതിനൊന്നും തെളിവുണ്ടോ? എന്തൊക്കെ അതൊന്നും പറയാതെ അതിനാണ് ഇമാം നബവി റളിയല്ലാഹു അൻഹു 3 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ഹുജ്ജത്തായ ഇമാം നബി തങ്ങൾ പറഞ്ഞു. ആ ഹദീസിനെ വിശദീകരിച്ച് എല്ലാ ഇമാമിങ്ങളും എഴുതി വെച്ചു. ഇവർക്കൊന്ന് അത് ആമുൻ മഖ്സൂസുൻ, എല്ലാ ബിദ്അത്തും എന്ന് പറയരുത് പൊന്നാര മകനെ. പിന്നെന്താ? അധിക ബിദ്അത്തും വലാലത്താണ്. അതങ്ങനെ അധിക ബിദ്അത്തും വലാലത്താകുന്നത് ഖുർആൻ സുന്നത്ത് ഇജ്മാ ഖിയാസിനോട് എതിരായി വരുന്ന ബിദ്അത്തൊക്കെ വലാലത്താണ്. അതിനോട് യോജിച്ചു വരുന്ന പുതിയ കാര്യങ്ങളോ അത് മംദൂഹയാണ്, വലാലത്തല്ല. ഇന്ന് നബി ഇമാമ പറയുന്നത്. നബി ഇമാം പറയുന്നു ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാടമാക്കിയ നബി ഇമാം, 10 ലക്ഷം ഹദീസ് മനപ്പാടമാക്കിയ ഷാഫി ഇമാം, ഇബ്നു ഹജർ അസ്ഖലാനി, ഇബ്നു ഹജർ ഹൈതമി, ഇമാം സുയൂത്തി, ഇമാം സുബ്കി, ഇങ്ങനെ തുടങ്ങി എല്ലാ ഇമാമിങ്ങളും പറയുന്നു ഒരു ഹദീസിന് ഒരു കഷ്ണം പോലും മനപ്പാടല്ലാത്ത, സനദ് സഹിതം മനപ്പാടല്ലാത്ത ഈ സുഹൈൽ ഇങ്ങനെയും പറയുന്നു. ആരെ വിശ്വസിക്കണം? നിഷ്പക്ഷരായ ജനങ്ങൾ പറയട്ടെ. അപ്പൊ നിങ്ങളുടെ വാദം നിങ്ങൾ തന്നെ പൊളിച്ചടക്കിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം പറയുന്നത് നിങ്ങൾ ഇന്നത്തെ ഡാൻസ് പാട്ട് കൂത്ത്, ആരാണ് ഡാൻസ് കളിക്കുന്നത്, ആര് പാട്ട്, അതൊന്നും ഇവിടെ ചർച്ചയല്ല മൗലവി. ഇവിടെയുള്ള ചർച്ചയുടെ മർമ്മം ബിദ്അത്ത് ഹസനത്ത് സയ്യിഅത്ത് എന്ന തഖ്സീം ശരിയാണോ അല്ലേ? അത് ശരിയാണ് എന്ന് സുഹൈൽ തന്നെ അദ്ദേഹത്തിന്റെ നാവ് കൊണ്ട് പറഞ്ഞ സ്ഥിതിക്ക് സംവാദം വിജയിച്ചു. പിന്നെ അവസാനം ചോദിച്ചത് വുദൂഇന്റെ ദുആയിൽ നബി ഇമാം പറഞ്ഞിട്ടുണ്ടല്ലോ ഹദഫ്തു ദുആൽ വുദൂഇ അളാഇ ഇദ്ലാ അസ്ലലഹ, അത് ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? അത് ഇതുമായിട്ട് എന്ത് ബന്ധമുള്ളത്? മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ എന്ന ഹദീസ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസ്, അതൊക്കെ ഞാൻ മുമ്പത്തെ വോയിസിൽ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ സന്ന സുന്നത്തൻ ഹസനത്തൻ, എന്താ അദ്ദേഹം ചോദിക്കുക, എന്തുകൊണ്ട് മൻ സന്ന സുന്നത്തൻ ബിദ്അത്ത് എന്ന് പറയാതിരുന്നത് ചോദിക്ക്. അതാണ് ഇമാം വ്യക്തമായി അവിടെ ശർഹ് മുസ്ലിമിൽ എഴുതി പഠിപ്പിച്ചെന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ ഹദീസ് വിശദീകരിച്ച് യോഗ്യതയുള്ള ഇമാം, ശർഹ് എഴുതാൻ യോഗ്യതയുള്ള മുഹദ്ദിസായ ഇമാം നബി തങ്ങൾ തന്നെ എഴുതി, ഇതിലുണ്ട് അൽ ഹസ്സു അലൽ ഇബ്തിദാഇ ബിൽ ഖൈറാത്ത്, നല്ല കാര്യങ്ങൾ തുടങ്ങാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തറാവിഹ ആ രൂപത്തിലാക്കിയത്. ജുമഅയുടെ ബാങ്ക്, 2ാം ബാങ്ക്, അതുപോലെ തന്നെ ഖുർആൻ ക്രോഡീകരണം. റസൂലുള്ളാഹിന്റെ കാലത്ത് ഇങ്ങനെ ഖുർആൻ ക്രോഡീകരണം ഉണ്ടായിരുന്നോ? സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചു, ഞാൻ അങ്ങനെ ഒരു പുതിയ ഖുർആൻ ആ രൂപത്തിൽ ഞാൻ ചെയ്യാൻ പറ്റുമോ? റസൂലുള്ളാഹി ചെയ്തിട്ടില്ലല്ലോ. പിന്നെ സിദ്ദീഖ് തങ്ങൾക്ക് മനസ്സിലായി, ബോധ്യപ്പെട്ടു. സിദ്ദീഖ് തങ്ങൾ അതിന് സപ്പോർട്ട് കൊടുത്തു. ഇങ്ങനെ തുടങ്ങി. അതുപോലെ തന്നെ ഖുർആൻ ഇന്ന് ഹത്തും പുള്ളിയൊക്കെ അന്നുണ്ടോ? ഇല്ലല്ലോ. എന്തെല്ലാം കാര്യം പുതുതാക്കി. അതുകൊണ്ട് ബിദ്അത്ത് മംദൂഹ സയ്യിഅ അല്ല മദ്മൂമ ഉണ്ട് എന്ന് സുഹൈൽ തന്നെ സമ്മതിച്ച സ്ഥിതിക്ക് ജനങ്ങൾക്കൊക്കെ അത് ബോധ്യപ്പെട്ടു. ബന്ധം എന്നാണ് ചോദിക്കുന്നത്. ഇമാം നവവി റഹ്മത്തുള്ളാഹി പ്രത്യേകമായിട്ട് വുദു എടുക്കുന്ന ആ സമയത്ത് അവയവങ്ങൾ കഴുകുന്ന പ്രത്യേകമായിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ഞാൻ ഒഴിവാക്കി എന്ന് പറയും. എന്താ ബന്ധം ഞാൻ പറഞ്ഞല്ല. ഇവിടെ അടിസ്ഥാനമില്ല. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന പല പരിപാടികൾക്കും അടിസ്ഥാനമില്ല. 4440 വക സിക്റുകൾ എവിടെ അടിസ്ഥാനം? ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഇജ്മായിലുണ്ടോ? ഖിയാസിലുണ്ടോ? പറയണം എവിടെ അതിന്റെ അടിസ്ഥാനം? എന്റെ ചോദ്യമാണത്.
കുച്ചിപ്പൊടി പോലെ പല ഷാദുരാത്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങൾ പലതരത്തിൽ ആട്ടം തുള്ളലൊക്കെ ചെയ്യുന്നല്ലോ. എവിടെയാണ് ഖുർആൻ എന്ന് പറയുക, ഹദീസ് എന്ന് പറയുക, ഇജ്മാ എന്ന് പറയുക, ഖിയാസ് എന്ന് പറയുക? ഇതിന്റെ 6ാമത്തെ അവസരത്തിലെ ചോദ്യമാണ്. ഇതിനൊക്കെ കൃത്യമായി ഇമാം നവവി റഹ്മത്തുള്ളാഹി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രാർത്ഥന ഒഴിവാക്കിയത്? മുജാഹിദുകൾ ആ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള വിദഅത്തുകൾ ഒഴിവാക്കുന്നു. എന്നാൽ നിങ്ങൾ ഏത് അടിസ്ഥാനമാണ്, എന്താണ് നിങ്ങളുടെ അസ്ല്? 4440 വക എന്നുള്ളതിന് എന്തടിസ്ഥാനമുള്ളത്? കുത്തുബിയത്തിന് എന്തടിസ്ഥാനമുള്ളത്? അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന കുച്ചിപ്പുടി ഡാൻസിനൊക്കെ എന്തടിസ്ഥാനമുള്ളത്? നിങ്ങൾ മറുപടി പറയണം. ഭാഷാപരമായിട്ട് എന്തായി കുറെ ചാവേറുകൾ വരുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് അടിച്ചിട്ടൊക്കെ. അതുപോലെ തന്നെ മൈക്കിട എങ്ങനെയും ഞാൻ ചാവാറായാലും വേണ്ടിയില്ല, എന്റെ പൊന്നാര ഷാഫിയസിനെ എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടും. നടക്കില്ല. പറയൂ, നിങ്ങൾ ഇമാം ഷാഫിയുടെയും ഇമാം നവവി റഹ്മത്തുള്ളാഹി ഇസ്ലാമിന്റെയും അതുപോലെ തന്നെ മറ്റുള്ള പണ്ഡിതന്മാരൊക്കെ വാക്കുകൾ എടുത്തുകൊണ്ട് നിങ്ങളെ ഫേക്ക് കൂത്തുകൾക്ക് ലൈസൻസ് കൊടുക്കാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇവിടെ ലാ മുശാഹത ഫിൽ ഇസ്തിലാഹ്, ഞങ്ങളും ചില ഷാഫി മുത്തഖീലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? കേവലം ഇസ്തിലാഹിയായിട്ടുള്ള പ്രയോഗം, അതിന് ഇന്ന് പേര് കൊടുക്കണോ, മസ്ലഹൽ മുർസല കൊടുക്കണോ, അതോ ബിദ്അ ഹസന കൊടുക്കണോ എന്ന് മാത്രമാണ്. പക്ഷേ നിങ്ങൾ ബിദ്അ ഹസന എന്ന് പറഞ്ഞുകൊണ്ട് ഇബാദത്തുകളിൽ നിങ്ങൾ 4440 വക അടിസ്ഥാനം പറയുക. അതുപോലെ നിങ്ങളുടെ ഷാദിലാത്തീബ് അടിസ്ഥാനം പറയുക. മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസന എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞിട്ടുള്ളത്? കൃത്യമായിട്ട് തന്നെ ഇവിടെ നോക്കിക്കോളൂ. അവിടെ ഫലൈസൽ മുറാദു ബിൽ ഹദീസിൽ ഇസ്തിയാന ബിമഅനൽ ഇഖ്തിറാ, അവിടെ മൻസന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തന്നെ പുതുതായി കൊണ്ടുവരുന്ന കാര്യമല്ല, മറിച്ച് വഇന്നമൽ മുറാദു ബിഹിൽ അമലു ബിമാ സബത മിനസ് സുന്നത്തിൻ നബവിയ്യ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തിൽപ്പെട്ട സ്ഥിരപ്പെട്ട പ്രവർത്തനമാണ്. അതെങ്ങനെയാണ്? 2 നിലക്ക്. അഹദുഹുമാ അന്ന സബബല്ലദീ ജാഅ ലിഅജ്ലിഹിൽ ഹദീസ് ഹുവ സദഖത്തുൽ മശ്റൂഅ. ചോദിക്കട്ടെ, സദഖ എന്നുള്ളത് എന്താ പറയാ, ബിദ്അ ഹസനയാണോ? സദഖ എന്നുള്ളത് ബിദ്അ ഹസനയാണോ? എന്റെ ചോദ്യം പറയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ മൻസന്ന സുന്നത്തൻ ഹസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം അനുസരിച്ചിട്ട് لأن التحسين والتقبيح مختص بالشرع لا مدخل للعقل فيه وهو مذهب جماعة أهل السنة والجماعة. അഥവാ ഒരു കാര്യം നല്ലതോ ചീത്തയോ എന്നുള്ളത് അള്ളാഹുവാണ് തീരുമാനിക്കേണ്ടത്, അതല്ലാതെ ബുദ്ധിയല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ സ്ഥിരപ്പെട്ട സ്വതക്കയാണ് അവിടെ ഉദ്ദേശമെന്ന് കൃത്യമായി തന്നെ ഇഅ്തിസാമിൽ പറയുന്നു. ചോദിക്കട്ടെ, മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തുൻ ഹസന എന്നുള്ള നിങ്ങളുടെ ഈ പറഞ്ഞപ്പെടുന്ന ഞാൻ കുറെ ചോദ്യം ചോദിച്ചോ, അതിൽ പെടുമോ? നിങ്ങൾ കുത്താറാത്തിയിൽ പെടുമോ? നിങ്ങൾ കൊച്ചുപിടി ഡാൻസിൽ പെടുമോ? അതുപോലെ 4444 വക നിങ്ങളുടെ ദിക്റിലുണ്ടോ? അതിന്റെ അടിസ്ഥാനമാണ് മൻസന്ന ഫിൽ ഇസ്ലാമി സുന്നത്തുൻ ഹസന. മറുപടി പറയുക. ഇതിന്റെ 6ാമത്തെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി പറയും. ഒരൊറ്റ ചോദ്യത്തിനും നിങ്ങൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെ കേവലം തക്സീം. ഇവിടെ ഭാഷാപരമായ ചർച്ചയിലെ കാരണം ഇവിടെ ഒരു കാര്യം കൈദിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞില്ലെങ്കിൽ അത് നിരൂപാധികമായിട്ടാണ് എടുക്കേണ്ടത്. നിരൂപാധികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷറയിൽ എന്തായി കൃത്യമായി തന്നെ കുല്ലു ബിദ്അത്തിൻ ളലാല, അഥവാ നിങ്ങളുടെ അബ്ദുല്ലാൽ ഗുമാരി എഴുതിയ ബുക്ക് റഫുൽ മനാർ തോട്ടിലേക്ക് നിങ്ങൾ വാക്കുകൾ വെച്ചുകൊണ്ട് എന്ത് ചെയ്തു? നിങ്ങൾ പൊളിച്ചു തന്നിരിക്കുന്നു. ഖുർആൻ അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ ഇവിടെ ചോദിക്കേണ്ട സമയമല്ല. ചോദിക്കേണ്ട സമയത്ത് ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് കൃത്യമായിട്ട് അതിന്റെ മറുപടി പറഞ്ഞു. നാളെ മറക്കാതെ ചോദിച്ചോളൂ. ജംഉൽ ഖുർആൻ ചോദിച്ചോളൂ. അതുപോലെ തന്നെ മറ്റുള്ള തരത്തിലുള്ള കാര്യം ചോദിച്ചോളൂ. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അത് നിങ്ങൾ ചെയ്യുന്ന ബിദ്അത്തായിട്ട് വേർതിരിയുന്നത് ഇൻഷാ അല്ലാഹ് നല്ല തമാശ. കുറെ കാലം നല്ലോണം ചിരിച്ചിട്ട് ഇപ്പൊ അൽഹംദുലില്ലാ കുറെ ചിരിച്ചു. എന്താണ് ഈ സുഹൈൽ മൗലവിക്ക് പറ്റിയത്? ഒരല്പം അടിസ്ഥാന വിവരം ഇസ്ലാമിനെ കുറിച്ചുണ്ടെങ്കിൽ ഇങ്ങനെ പെടൂല. കാരണം അദ്ദേഹം പറയാ ഇവിടെ ചർച്ച ബിദ്അത്തുൻ ശർഇയ്യയാണ്. ബിദ്അത്തുൻ ശർഇയ്യ അത് തഖ്സീമായിട്ടില്ല. ഞാൻ എത്ര തവണ പറഞ്ഞു ബിദ്അത്തുൻ ശർഇയ്യ. നിങ്ങളുടെ ആചാര്യൻ ഇബ്നു തൈമിയ്യ പറഞ്ഞില്ലേ, ഫകുല്ലു മാ ലം യദുല്ല അലൈഹി ദലീലുൻ ശർഇയ്യൻ, ശർഇയ്യായ ദലീലിന്റെ യാതൊരു സപ്പോർട്ടും ഇല്ലാത്തതാണത്. അതും മദ്മൂമയാണ്, നരകത്തിലേക്കുള്ളതാണ്, യാതൊരു ഡൗട്ടും അതിലില്ല. പിന്നെ ബിദ്അത്തുൽ ലുഗവിയ്യാണ് തഖ്സീമാക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇമാം ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തറാവീഹ് ഈ രൂപത്തിൽ നിസ്കരിച്ചത് ബിദ്അത്തുൽ ലുഗവിയ്യാണ്. ബിദ്അത്തുൽ ലുഗവിയ്യ പഠിച്ചോ? ആ രൂപത്തിലുള്ള ബിദ്അത്തുൽ ലുഗവിയ്യകളാണ് ഇന്നത്തെ നബിദിനാഘോഷം മറ്റും. പിന്നെ മൂപ്പർ 6ാമത്തെ ചോദ്യം എന്താ? 6ാമത്തെ ചോദ്യം, നിങ്ങൾ നടത്തുന്ന ഷാദുലി കുച്ചുപിടി എന്നൊക്കെ പറഞ്ഞത് ഷാദുലി ദിക്ർ ഹൽക്ക അതൊക്കെ ഏത് അടിസ്ഥാനത്തിലാ പെടുക? മൻസന്നന്റെ അടിസ്ഥാനത്തിൽ പെടോ?
എന്തൊരു ചോദ്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ബിദഅത്തൊക്കെ ഉണ്ടാക്കാം. നിങ്ങൾ എന്തെല്ലാം നടത്തും? നിങ്ങളുടെ ഫസ്റ്റ് പറ്റുമോ? നിങ്ങളെ ഫസ്റ്റ് അപ്പൊ ബിദഅത്ത് രണ്ടെണ്ണുണ്ട്. അപ്പൊ ഏതിലാ വിടാണ് മുപ്പരുത്? അപ്പൊ നിങ്ങളുടെ സലഫി ഫസ്റ്റോ? പറയുന്നതിൽ പ്രയാസമുണ്ട്. നിങ്ങളുടെ ബലൂൺ പൊട്ടിക്കൽ മത്സരോ, നിങ്ങളെ കക്ഷം വരെ മത്സരോ അതൊക്കെ പറ്റുമോ? പറയുന്നതിൽ വല്ലാത്ത ഉൾപ്പ് വരുന്നു. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഇമാമിങ്ങളുടെ പേരിൽ ഇല്ലാത്ത പച്ചക്കളവുകൾ പറയാം. ഷാഫി ഇമാം 2 കക്ഷിമാക്കി തൊടാൻ കഴിഞ്ഞോ? ഒന്നും തൊടാൻ കഴിഞ്ഞിട്ട് മൻസന്ന സുന്നത്തൽ ഹസന എന്ന ഹദീസിനെ വിശദീകരിച്ച് ഷാത്തിബി ഇമാമിന്റെ നിങ്ങൾക്കാകെയുള്ള ഒരു രേഖ ഇമാം ഷാത്തിബിയുടേതാണ്. അതുകൊണ്ടാണ് ഞാൻ നേരെ തന്നെ ആദ്യം തന്നെ പോസ്റ്റ് ഇട്ടത്. ബിദ്അത്തിന്റെ തഖ്സീമിന്റെ വിഷയത്തിൽ ആകെ ഒറ്റപ്പെട്ട ഒരേ ഒരു വ്യക്തി ഇല്ല ഷാത്തിബി ഇമാം മാത്ര. അദ്ദേഹത്തിന് ചില വഹാബി ആശയങ്ങളോട് കൂറുണ്ട്. കൂട്ടുപ്രാർത്ഥനയെ കൂട്ടുപ്രാർത്ഥന പാടില്ലെന്ന് പറയുന്ന ആളാണ്. അതുപോലെ ഈ വിഷയത്തിലും അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചിട്ടുണ്ട്. അത് തെറ്റ് തന്നെയാണ്. പിന്നെ മൂപ്പര് പറയാ 4454 സലാത്ത് ഉണ്ടോ? ഖുർആൻ തന്നെ ഉണ്ടോ? ഖുർആൻ ഈ രൂപത്തിലൊന്നുണ്ടോ മൗലവി? എന്താണ് നിങ്ങളൊരവസ്ഥ? അതുകൊണ്ട് ആദ്യം ചിന്തിക്കുക, എന്താണ് മൻസന്നയുടെ ഉദ്ദേശം എന്ത് എന്ന് ആധികാരികമായ മുഹദ്ദിസ് ഇമാം നബവി തങ്ങൾ അതിൽ കൃത്യമായി പഠിപ്പിച്ചു. ഈ ഹദീസിൽ രേഖയുണ്ട്, നല്ല കാര്യം തുടങ്ങുന്നതിൽ രേഖയുണ്ട്. ഞാൻ മാത്രമല്ല പറഞ്ഞത്, ഇമാം നബവി തങ്ങൾ മാത്രമല്ല, നിങ്ങളുടെ ആചാര്യൻ ഇബ്നു തൈമിയ്യ പറഞ്ഞു. അതും നിങ്ങൾക്ക് തൊടാൻ കഴിഞ്ഞില്ല. നേരത്തെ ചോദ്യം ചോദിച്ചു, ഇനി ഒരിട്ട് ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറയാക്കാൻ വേണ്ടി പറയാം. എല്ലാറ്റിനും ഞാൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. ഓവൻ സുഹൈൽ ചോദിച്ച ഒരു ചോദ്യത്തിന് പോലും, ആദ്യത്തെ ചോദ്യം ഒഴികെ ഒരു ചോദ്യത്തിന് പോലും നമ്മുടെ വ്യവസ്ഥയുമായി ബന്ധമില്ല. ഞാനായതുകൊണ്ട് ഇതിന് മറുപടി പറയുന്നത്. വേറെ ആരെയും മറുപടി പറയാൻ കിട്ടൂല. കാരണം ഒരു വ്യവസ്ഥയിൽ അതിനുവേണ്ടി അതിലൂന്നി നിന്നുകൊണ്ട് സംസാരിക്കണ്ടേ. ഇദ്ദേഹം അവസാനം പറഞ്ഞത് പറഞ്ഞല്ലോ, ഈ ഇമാം ഇസുദ്ദീൻ അബ്ദുസ്സലാം ബിദ്അത്തും മദ്മൂമാന്ന് പറഞ്ഞു. അതെന്റെ പൊന്നായ സുഹൈൽ, അതൊക്കെ കിതാബ് ഓതി പഠിക്കണം. ഇമാമിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഹദീസല്ലേ, ആരെങ്കിലും എന്റെ പേരിൽ കളവ് ഉണ്ടാക്കി പറഞ്ഞാൽ മൻ കദിബ അലയ്യ മുതഅമ്മിദൻ ഫല്യഖദു മഖാദുഹു മിനന്നാർ. ഈ ഹദീസ് മൗദൂ ആണെന്ന് പറയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ മൗദൂ ആയ ഹദീസ് റസൂലുള്ളാഹിന്റെ പേരിൽ പറയണ്ടല്ലോ എന്ന് കരുതിയാണ് ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞത്. എല്ലാ വിഷയങ്ങളും ബിദ്അത്തും മദ്മൂമ എന്ന് പറഞ്ഞ വിഷയങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അതും കൂടി പഠിച്ചു വെച്ചോ. ദയവ് ചെയ്ത് വളരെ മാന്യമായിട്ട് വിനയത്തോടുകൂടെ ഷാഫിക്ക് പറയാനുള്ളത്, പൊന്നാര സുഹൈൽ വിഷയത്തിൽ ഊന്നി നിന്ന് സംസാരിക്കണം. ഇമാമിങ്ങൾ എത്ര ഇമാമിങ്ങൾ ഹാദിഹി ബിദ്അത്തുൻ ഹസന അല്ലെങ്കിൽ ബിദ്അത്തുൻ മദ്മൂമ എന്നെന്തിനാ പറഞ്ഞത്? എത്ര ഇമാമികൾ പറഞ്ഞു? ബിദ്അത്ത് ഒന്ന് മാത്രമാണെങ്കിൽ ഹാദിഹി ബിദ്അത്തുൻ എന്ന് പറഞ്ഞാൽ പോരെ. മാത്രമല്ല ഇമാം നബവി തങ്ങൾ ഈ ഹദീസ് വിശദീകരിച്ച് ആമുൻ മഖ്സൂസുൻ എന്ന് പറഞ്ഞു. തോടാൻ കഴിഞ്ഞോ? ഷാഫി ഇമാമിന്റെ കൈ തോടാൻ കഴിഞ്ഞോ? ഇബ്നു തൈമിയ്യയുടെ കൈ തോടാൻ കഴിഞ്ഞോ? അതുകൊണ്ട് ഈ വിഷയത്തിൽ തഖ്സീമാണോ അല്ലേ എന്ന വിഷയത്തിൽ അവന്റെ നാവ് കൊണ്ട് തന്നെ, സുഹൈലിന്റെ നാവ് കൊണ്ട് തന്നെ അവനത് സമ്മതിച്ചിരിക്കുന്നു. അതാണ് ഇവിടുത്തെ ചർച്ചാ വിഷയം. 4454 ഏടുണ്ടോ? അതുപോലെ തന്നെ കുത്തുബിയത്തുണ്ടോ? സാദുലി ഉണ്ടോ? ഇതൊക്കെ ഫർഇയ്യ ജുസ്ഇയ്യാണ്. അതിന് വ്യവസ്ഥ വേറെ വെച്ചോ. വേണ്ടിയില്ല, ഞങ്ങൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്താലും വേണ്ടില്ല, എന്നാലും ഞങ്ങൾക്കൊക്കെ സഹിക്കുന്നില്ല. ഇഷ്ക് മദീനയുടെ ഗളബൊക്കെ ഇവിടെ കാണിച്ചു തുടങ്ങുന്നു. ഇഷ്ക് മദീന ഇഷ്കൊക്കെ പോയിട്ടൊക്കെ ഗളബാണല്ലോ, അതൊക്കെ അടച്ചു വെച്ച് ഇരുന്നോല്ല മക്കളെ. ഇത്തരത്തിലുള്ള ഗളബുകൾ കാട്ടിയിട്ടൊന്നും മുജാഹിദുകളുടെ നേരെ നിങ്ങൾക്ക് നിൽക്കാൻ പോലും സാധിക്കില്ല. മദീന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ഞങ്ങളും അതുപോലെ തന്നെ മുത്തഹിരിങ്ങളായിട്ടുള്ള ഷാഫികളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഏത് പ്രയോഗം പ്രയോഗിക്കണം എന്നുള്ള വ്യത്യാസമാണ്. അതാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇമാം ഷാത്തിബി റഹ്മത്തുള്ളാഹി പറയുന്നു, എന്താ പറയുന്നത്? ഇന്ന കസീറൻ മിനന്നാസി അദ്ദു അക്സറൽ മസാലിഹൽ മുർസലതി ബിദ്അ. അഥവാ പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ബിദ്അത്തിനെ അഥവാ മുസ്ലിം ബിദ്അ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ഈ പറയപ്പെടുന്ന മുബ്തദികൾ ചെയ്യുന്ന പരിപാടി എന്നറിയോ? വനസബൂഹാ ഇല സ്വഹാബത്തി വത്താബിഈൻ. നിങ്ങൾ ചെയ്യുന്ന സ്വഹാബികളും താബിഈങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ബിദ്അത്തുകൾ ചെയ്തു എന്ന് വരുത്തി തീർക്കും. എന്നിട്ടോ വജഅലൂഹാ ഹുജ്ജതൻ ഫീമാ ദഹബു ഇലൈഹി മിൻ ഇഖ്തിറാൽ ഇബാദാത്ത്.
അവരെന്ത് ചെയ്യും? അവരുടെ പുതുതായിട്ടുണ്ടാക്കുന്ന ഇബാദത്തുകളൊക്കെ ഇതിലൊക്കെ തെളിവെടുക്കും. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷേ മുതഅഖിരീങ്ങളായിട്ടുള്ള ശാഫിഈങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല. അതാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി ഒഴിവാക്കിയത്. അതാണ് ഇദ്രീസ് ഇസ്ലാം റഹ്മത്തുള്ളാഹി പല കാര്യങ്ങളൊക്കെ ബിദ്അ മക്രൂഹിന്റെ എണ്ണയിൽപ്പെട്ടത് അതൊക്കെ കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു തരാൻ അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹുവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ ചെയ്യുന്ന കാര്യം അതാ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥന, നമസ്കാര ശേഷം കൂട്ടമായുള്ള പ്രാർത്ഥന, നിങ്ങൾ അംഗീകരിക്കുന്ന, നിങ്ങൾ ഇസ്തിഗാസയും തവസ്സുലിന് വേണ്ടിയിട്ട് കൈപൊക്കി കൊണ്ടുവരുന്ന കിതാബാണ് ഇമാം ഇബ്നുൽ ഹാജ റഹിമഹുല്ലാഹി അൽ മദ്ഖൽ എന്ന കിതാബിൽ. ആ അൽ മദ്ഖൽ എന്ന കിതാബിൽ കൃത്യമായി തന്നെ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല, ലം യുർവ അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാ സ്വലാത്തൻ ഫസല്ലമ മിൻഹാ വബസത യദൈഹി വദഅ വഅമ്മന അൽ മഅ്മൂമൂന അലാ ദുആഇഹി, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. വകദാലിക അൽ ഖുലഫാ റാഷിദീൻ ബഅദഹു, റിപ്പോർട്ട് അവരിൽ നിന്നും ചെയ്യപ്പെട്ടില്ല. വകദാലിക ബാക്കി സഹാബ, ബാക്കിയുള്ള സഹാബികളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വശൈഉൻ ലം യഫ്അൽഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവർത്തിച്ചിട്ടില്ല. വലാ അഹദും മിനസ് സ്വഹാബതി, അതുപോലെ സഹാബികൾ ആരും തന്നെ അത്രയും രീതിയിൽ പ്രവർത്തിച്ചില്ല. ഫലാ ശക്ക, സംശയമില്ല, അന്ന തർക്കഹു അഫ്ളൽ മിൻ ഫിഅലി ബൽ ഹുവ ബിദ്അത്തുൻ കമാ തഖദ്ദമ, അത് ഒഴിവാക്കേണ്ടതാണ് നല്ലത്. കാരണം അതെന്താണ്? ബിദ്അത്താണ്. ചോദിക്കട്ടെ, മക്രൂഹായ ബിദ്അത്ത് ആണോ അതോ മഹ്മൂദായ ബിദ്അത്താണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയുന്ന കൂലി കിട്ടുന്ന കാര്യമാണെങ്കിൽ എന്തിനാണ് അദ്ദേഹം അത് ഒഴിവാക്കേണ്ടതാണ് നല്ലതെന്നും അത് ബിദ്അത്താണെന്നും പറയും മറുപടി. ഇവിടെ പലരും പല ടെക്സ്റ്റുകൾ ഇവിടെ ഉണ്ട്. ഇവിടെ കൃത്യമായിട്ട് അഫ്സർ ചെയ്യേണ്ടത് വെച്ചാൽ ഇങ്ങനെ ഇത്തരത്തിലുള്ള ടെക്സ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ അവർ ഒരു ഇത് കൂടാതെ മുഖം നോക്കാതെ എന്ത് ചെയ്യണം? അവിടെ റിമൂവ് ചെയ്യണം. പക്ഷെ സഹിക്കില്ല. കാരണം നിങ്ങൾ എന്ത് വിചാരിച്ചു? നിങ്ങൾ എന്ത് ചെയ്തു വെച്ചാൽ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹിയും അതുപോലെ ഇസ്രീസ് ഇസ്ലാമിന്റെയും മുത്തഅഖിരീങ്ങളായിട്ടുള്ള ഷാഫി ഫുഖാഹുകളുടെ വാക്കുകൾ എടുത്തിട്ട് ഇബാദത്തുകളിൽ നിങ്ങൾ പുതുതായി ഉണ്ടാക്കാണ്. കാരണം നിങ്ങളുടെ ഈ ഖുത്റാത്തിബ് അത് ഇബാദത്തുള്ള ബിദ്അത്താണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്മദിനാഘോഷം ഇബാദത്തുള്ള ബിദ്അത്താണ്. അതുപോലെ തന്നെ നിങ്ങൾ 4444 വക എന്നുള്ളത് ഇബാദത്തിലുള്ള ബിദ്അത്താണ്. അതല്ലാതെ ഇവിടെ ഷാഫി പണ്ഡിതന്മാർ ഇവിടെ കൊണ്ടുവന്ന മസ്ലഹൽ മുസ്ലയിൽ പെടുന്ന കാര്യമല്ല. ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് വേർതിരിക്കുന്നത് നിങ്ങൾ ചോദിച്ചോളൂ. കൃത്യമായിട്ട് തന്നെ എന്താണ് അതിന്റെ ഷർത്ത് എന്നും എങ്ങനെയാണ് വേർതിരിക്കുന്നതെന്നും ചോദിച്ചല്ലോ. ജമുൽ ഖുർആൻ ചോദിച്ചല്ലോ, അതുപോലെ മറ്റുള്ള ചില കാര്യങ്ങൾ ചോദിച്ചല്ലോ, അതുപോലെ സമ്മേളനം ചോദിച്ചല്ലോ. ഇൻഷാ അല്ലാഹ് ചോദിച്ചോളൂ, കൃത്യമായി മറുപടി പറയും. ഈ ചോദ്യങ്ങളൊക്കെ മറുപടി പറയും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇബ്നുൽ ഹാജർ റഹ്മത്തുള്ളാഹി ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞത്? മറുപടി, ഇബ്നു ഹാജർ റഹിമഹുല്ലാഹ് ബിദ്അത്തിനെ ഖിസ്മാക്കുന്ന വിഷയത്തിൽ ഇബ്നു ഹാജർ തങ്ങൾക്കും യാതൊരു സംശയവുമില്ല. ഇബ്നു ഹാജർ തങ്ങളുടെയും വാദം ബിദ്അത്ത് രണ്ടുണ്ട് എന്നാണ്. അതല്ലേ നമ്മുടെ മർമ്മം. എന്ത്? കാരണം ഇബ്നു ഹാജർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. എന്ത്? വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ മാ യഫ്അലു കുല്ലു ആമിൻ ഫിൽ യൗമിൽ മുവാഫിഖി. എന്താ വമിൻ അഹ്സനി മബ്തുദിഅ ഫീ സമാനിനാ? ഇന്ന് ഈ കാലത്തിലുള്ള ബിദ്അത്തുകളിൽ നല്ലതാണെന്നാ. അപ്പൊ ബിദ്അത്ത് രണ്ടുണ്ട് എന്ന വിഷയത്തിൽ ഇബ്നു ഹാജർ തങ്ങൾക്കും യാതൊരു തർക്കവും ഇല്ല. മനസ്സിലായോ? അതാണ് സ്വൈലി നമ്മുടെ മർമ്മം. ആ വിഷയത്തിൽ പിന്നെ മൂപ്പര് പറയുന്നത് നിങ്ങൾ ഇന്ന് ഇബാദത്താണ് ചെയ്യുന്നത്. ഖുത്റാത്തീബ്, നാരിസലാത്ത് ഇബാദത്താണ്. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തറാവീഹോ അത് ഇബാദത്തല്ലേ? അത് ഇബാദത്തല്ല. നിങ്ങളെ ബലൂൺ കെട്ടി പൊട്ടിക്കളിക്കലും പരിപാടിയാണോ? അതാണോ? മറുപടി പറയണം. അതൊക്കെ നിങ്ങൾ മറുപടി പറയണം എന്ന് പറഞ്ഞാൽ നിന്റെ ചോദ്യത്തിന് അവസരത്തിൽ ആണെന്നല്ല, ചോദ്യത്തിലൂടെ കൂടെ മറുപടിയോടെ കൂടെ ചില ചോദ്യങ്ങൾ ഉണ്ടാവും. അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. ചാൻസ് ആണ് അല്ലെ? ഓക്കെ. വീണ്ടും ഷാത്തിബിയെ മാത്രമേ ഈ സുഹൈലിന് കൊണ്ടുവരാനുള്ളൂ. എത്ര സലഫുകളിൽപ്പെട്ട ഷാഫി ഇമാമിന്റെ ഉദ്ധരണി തൊടാൻ കഴിഞ്ഞില്ല, നബി ഇമാമിന്റെ ഒന്നും തൊടാൻ കഴിഞ്ഞില്ല. കുല്ലു ബിദ്അത്തുൽ ളലാല എന്നുള്ളത് പൊളിച്ചിട്ടുണ്ട്. കാരണം അത് ആമുൽ മഖ്സൂസാണ്, തൊടാൻ കഴിഞ്ഞിട്ടില്ല. ഷാത്തിബി ഞാൻ അതല്ലേ ഇവിടെ ഉദ്ധരിച്ചു. മുകളിലുള്ള അബുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹു പറയുന്നത് ഈ വിഷയത്തിൽ ആകെ എല്ലാവരും ഐക്യകണ്ഠേന യോജിച്ചിട്ടുണ്ട്, ഇജ്മാ ഉണ്ട്, ബിദ്അത്ത് രണ്ടൈക്യമുണ്ട്. ആരാണ് അതിൽ നിന്ന് ഒറ്റപ്പെട്ടത്? ഇല്ല ഷാത്തിബി ഒഴികെ. അത് ഞാൻ അതിനാണ് ഇവിടെ പോസ്റ്റ് ചെയ്തത്. ഈ ഷാത്തിബിയുടെ വാറോലയല്ലാതെ, ഇമാമിന്റെ വാറോലയല്ലാതെ ഒന്നും തന്നെ ഇവിടെ സുഹൈൽ ഉദ്ധരിക്കാൻ സാധിച്ചിട്ടില്ല. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വിജയം. പിന്നെ ഈ സുഹൈൽ പറഞ്ഞത് വഹദഫ്തു, വീണ്ടും പറഞ്ഞതാ വഹദഫ്തു. എന്താണ് ഹദഫിയും തറക്കയും? നവീം അതും പച്ചക്കറവാണ്. നവീമാമ് ഞാൻ ഒഴിവാക്കിയെന്നല്ല, അവിടെ തുഹഫ ചുരുങ്ങിയെടുത്ത് നോക്കണ്ടേ? ഇവിടെ ഞാൻ ഹദഫ്തു ദുആ അലായി അല്ലദി
മുഹററിൽ പറഞ്ഞ ആ ദിക്ർ ഞാൻ ഇവിടെ ഒഴിവാക്കിയെന്ന അതിന് ഹദഫയും തറക്കലും തമ്മിലുള്ള ഡിഫറൻസ് എങ്കിലും ചുരുങ്ങിയത് അറിയണ്ടേ. കൊണ്ട് ഇവിടെ പറയാനുള്ളത് ചോദിച്ച ചോദ്യങ്ങൾ എല്ലാം വ്യവസ്ഥക്ക് പുറത്തായിട്ട് പോലും ആദ്യത്തെ ഒരു ചോദ്യം മാത്രമാണ് വ്യവസ്ഥയിൽ നിന്നും അകത്തു നിന്നും ചോദിച്ചത്. ബാക്കിയെല്ലാം നാരിയത്ത് സലാത്ത് ഇങ്ങനല്ലേ, സലാത്തുർ റഹായിബില്ലേ, അതുപോലെ തന്നെ കുത്തറാത്തിബില്ലേ, ഷാജുലില്ലേ, അതിനൊക്കെ ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. വ്യവസ്ഥാപിതമായ ഒരു ചർച്ച വീണ്ടും വെച്ചോ. ഇവിടെയുള്ള വിഷയം ബിദ്അത്ത് സയ്യിഅ ഹസന എന്നുള്ള വിഭജനം ശരിയല്ല എന്നായിരുന്നു. അൽഹംദുലില്ലാ അതിന് കൃത്യമായി സലഫുകളിൽപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ കൗല് കൊണ്ട് തന്നെ മറുപടി കൊടുത്തിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങളുടെ കൗലും ഇമാം നബവി തങ്ങളുടെ കൗലും അതുപോലെ ഉദ്ധരിച്ച ഒരു ഇമാമിന്റെ കൗലും തൊടാൻ സുഹൈലിന് കഴിഞ്ഞിട്ടില്ല. ഏറ്റവും ചുരുങ്ങിയത് അവരുടെ ആചാര്യനായ ഇബ്നു തൈമിയയുടെ കൗല് പോലും സ്പർശിക്കാൻ കഴിഞ്ഞില്ല. അത് അഹ്ലുസുന്നയുടെ അജിയ്യതയാണ്, അമ്പിയാക്കളെ ഔലിയാക്കളുടെ കറാമത്താണ്. അർഹമർ റഹീമായ റബ്ബേ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ നീ ഖിയാമത്ത് നാൾ വരെ ഉയർത്തണം അല്ലാഹ്. ബിദ്അത്തിനെ തൊട്ട് സാധുക്കളായ എല്ലാ ആളുകളെയും നീ കാത്തുരക്ഷിക്കണം റഹ്മാനേ. അതുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ കൃത്യമായി മറുപടി പറയാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകി. അൽഹംദുലില്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് ബാക്കി നാളെ നമ്മുടെ ചോദ്യമുണ്ടാകും. അല്ലാഹു തആല എല്ലാ ആളുകളെയും ബിദ്അത്തിനെ തൊട്ട് കാത്തുരക്ഷിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.